നമസ്കാരം. ആകാശവാണി പ്രധാന വാർത്തകൾ വായിക്കുന്നത് സുകുമാരൻ. ഇന്ത്യയിൽ ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അറിയിച്ചതിനെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. രാജ്യമെമ്പാടും കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് കേരളത്തിൽ 144 പ്രഖ്യാപിക്കാനായിട്ട് മുഖ്യമന്ത്രി ഉത്തരവിറക്കി. ശവപ്പുറമാക്കി മാറ്റിയല്ലോടാ ദ്രോഹികളെ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും ഭഗവാനെ? ഗുരു, എന്തുവാണ് ഇത്? എല്ലാരും ഒന്ന് മാറിക്കടാ, മാറ് ഗുരു. നല്ലൊരു പെൺകുട്ടിയല്ലായിരുന്നോ? ഇനി ഈ കേസിന്റെ ഗതി എന്താവും? ഷൂട്ടി അടുത്ത് വരുന്നു, വിടരുത്. എടാ ഗുരു, ഞാൻ വന്നു കഴിഞ്ഞു. ഷൂട്ടി വിഷമിക്കട്ടടാ, വന്നു. ചെടിച്ചട്ടി എടുത്തടാ നിന്നെ. ഞാൻ ഷൂട്ടി മതി
എന്തോടാ അത്? എങ്ങനെ രാവിലെ തന്നെ ചെടിച്ചട്ടി കൊണ്ടൊരു വ്യായാമം ചെയ്യാൻ നോക്കിയതാ. എന്തേ നീ ഗെയിം തന്നെയല്ലേ കളിക്കുന്നത്? ഒന്ന് മിണ്ടാതിരുന്ന് കളിച്ചൂടെ? ഞാൻ ശബ്ദം കേട്ട് വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി, അറിയാവോ? എന്താ? ടേസ്റ്റ് ചെയ്ത് നോക്ക്. വിടരുത്. എന്താ അങ്ങളെ ഇതിനകത്ത് ഉപ്പും പുളിയൊന്നും ഇല്ലല്ലോ? ഉപ്പില്ലേ? ആ ഇല്ലെന്ന് ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ ടോമിക്ക് ഉപ്പില്ലാത്ത ചിക്കൻ ഭയങ്കര ഇഷ്ടമാ. ടോമി വാമോനെ വാമോനെ. ഗുരു എന്റെ വാ വല്ലാണ്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നിന്റെ അച്ഛനായതുകൊണ്ടോ ഒന്നും പറയാത്തത്. യെസ്, ഇന്ന് നമ്മളാടാ ജയിച്ചേ. അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ജയിക്കുന്നത്. പിന്നല്ലാണ്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ച ശിക്ഷ വേറെ. ഈ ഗവൺമെന്റ് തന്നെയല്ലേ മദ്യപിക്കുന്നത്. എന്നാ പിന്നെ അവരെ അറസ്റ്റ് ചെയ്താൽ പോരെ? കുടിക്കുന്നവൻ അവിടെ അടിച്ച് സെറ്റായി കിടക്കാൻ പറ്റുമോ? അവനവൻ്റെ വീട്ടിൽ പോട്ടെ. അവന്മാർ തന്നെ വിൽക്കുകയും ചെയ്യും, അവന്മാർ തന്നെ അറസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളെപ്പോലെയുള്ള പോലീസുകാരുള്ളത് കൊണ്ട്, എന്താ നിന്നെപ്പോലെയുള്ള പോലീസുകാരുള്ളത് കൊണ്ട് ഒരു പരിധിവരെയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാർക്ക് പോലീസുകാരെ പേടിയില്ല. കോഴിക്കോട് ATM കാർഡ് വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ്, പ്രതിയെ പിടിച്ചിട്ടില്ല. കോട്ടയത്ത് ഉണ്ണാക്കന്മാരുടെ ഘോഷയാത്ര, ഉണ്ണിക്കണ്ണന്മാരുടെ ഘോഷയാത്രയാണ്. ഞാനോർത്ത് ഉണ്ണാക്കന്മാരുടെ ഘോഷയാത്ര. അക്ഷരം അറിയാതായ നിനക്ക്? ഒട്ടും സമയമില്ല സുഹൃത്തെ. ഇപ്പം വായിച്ചാ കുറച്ച് കഴിയുമ്പോൾ ഓരോന്നോരോന്നായി ഓർക്കാവല്ലോ. ഇടപെട്ട നന്നായിട്ടൊന്ന് വായിച്ച്. കഴുത്തറത്ത് കൊല്ലപ്പെട്ട 8 വയസ്സുകാരി അനീഷയുടെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. കാശ് കൊടുത്താൽ എല്ലാത്തിനും പരിഹാരമോ? എന്താ ഗുരു ഇതൊക്കെ? ഇതുപോലുള്ള തെമ്മാടികളെ കയറ് കെട്ടി റോഡിൽ കൂടെ വലിച്ച് കൊത്തിക്കൊണ്ട് അറുത്തുകളയാ വേണ്ടത്. അതെ, എന്നാൽ ഇവനൊക്കെ പഠിക്കുള്ളൂ. ദേ നിന്റെ ആള് വിളിക്കുന്നുണ്ടല്ലോ. ഓക്കേ സർ, ഒരു 5 minutes. I will come now. ഹലോ ഹലോ, സുഖമാണോ? ഇത്രയും നേരം സുഖമായിരുന്നു. എന്താ കാര്യം? ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂവിന് ഒരു അപ്പോയിന്റ്മെന്റ് തന്നായിരുന്നു. ആ പ്രോഗ്രാം കവർ ചെയ്യാനായിട്ട് റിപ്പോർട്ടർ അരുണ വരുന്നുണ്ട്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. എത്ര മണിക്ക് വരുമെന്നാ പറഞ്ഞേ? 2 മണിയെന്നാ പറഞ്ഞത്. ഇപ്പൊ മണി 2:45. പങ്ക്ച്വൽ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കാറില്ല. ഫോൺ വെക്കാൻ നോക്ക്. അഗ്നി, ഹലോ ഹലോ. എടാ, ദീപയെ പോലൊരു നല്ല പെണ്ണിനെ നിനക്ക് ഒരിക്കലും കിട്ടില്ല. ചട്ടിയും കലവൊക്കാകുമ്പോൾ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കണ്ടാടി അല്ലടാ. അവരായി അവരുടെ പാടായി. എടാ, ടോമിക്ക് ഇത് വേണ്ടെന്ന്, അതുകൊണ്ട് നീ തന്നെ കഴിച്ചാടി. 10-65 കഴിക്കണം. കൊച്ചു പിള്ളേർ നിക്കറിട്ട് നടക്കുമോ എങ്ങനെ? എപ്പം നോക്കിയാലും അവൻ്റെ ഒടുക്കത്തെ ഒരു വീഡിയോ ഗെയിം. എന്നാ കാണണ്ട. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കാണുന്നതെല്ലാം സത്യം എന്ന പ്രോഗ്രാമിന്റെ പക്ഷെ ഒരു കാര്യമുണ്ടോ, ഈ കൊച്ചുണ്ടായിരുന്ന ഈ പരിപാടി കാണാൻ നല്ല രസമായിരുന്നു. സ്വാഗതം ചെയ്യുകയാണ്. അയ്യോ വേണ്ടേ വേണ്ടേ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പട്ടാപ്പകൽ ബസ് സ്റ്റാൻഡിന് സമീപം ഒരു യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവം കേരള ജനതയെ വളരെയധികം ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കൊല ചെയ്യപ്പെട്ട അരുണ എന്ന പെൺകുട്ടി ഒരു സ്വകാര്യ ചാനലിലെ റിപ്പോർട്ടറാണ്. സംഭവം നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയെ ജനങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല. കൊല നടത്തിയ ആൾ തൽക്ഷണം അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണോ ജോലി സംബന്ധമായ ശത്രുതയാണോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ടൂറിസ്റ്റുകൾക്ക് തന്നെ ഇന്ത്യയിൽ പ്രൊട്ടക്ഷൻ ഇല്ല. അതെന്തോ നേരാണ്. ലോകത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്ത രാജ്യമായി ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ആകെ നാണക്കേടായിരിക്കുക. ബട്ട് വി കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? എന്തുകൊണ്ട് പറ്റില്ല? വി വിൽ. നമ്മളൊക്കെ മീഡിയയിലല്ലേ ഉള്ളേ. മരിക്കുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. സൂപ്പർ. സാർ, നിങ്ങൾ ഇവിടെ വരുമെന്ന് അറിയില്ലായിരുന്നു സാർ. എന്താ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ക്രിമിനലിനെ പിടിക്കുമായിരുന്നോ? ഡോ, ഇവിടെ എന്താ സിനിമ നടക്കുന്നോ? ക്രൗഡ് ക്ലിയർ ചെയ്യടോ. എടോ, താൻ പോയി ക്രൗഡ് ക്ലിയർ ചെയ്യ്. സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഏതൊക്കെ സ്ഥലത്ത് സ്റ്റാബോൺ ഉണ്ട്? സാർ, മൊത്തം 2 സ്ഥലത്ത് മുറിവുണ്ട്. അബ്ഡമിൽ ഒരു സ്റ്റാബോൺ ഉണ്ട്, നെക്കിൽ ഒരു കട്ടിഞ്ചറുണ്ട് സാർ. എത്ര ഇഞ്ചസാ?
സാർ അബ്ഡമിൽ ഒരു 4 ഇഞ്ച് ആഴത്തിലാണ് മുറിവ്. നെക്കിലൊരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഉടനെ മരിക്കാൻ ചാൻസ് ഇല്ല. അതാ സാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കി എന്നിട്ട് കാര്യമില്ല, വേഗം ജോലി തീർക്കും. ശരി സാർ, ഉടനെ ചെയ്യാം. എല്ലാരും അങ്ങോട്ട് മാറിക്കേ, അങ്ങോട്ട് മാറിക്കേ. നിന്നോടൊക്കെ പറഞ്ഞ മാറിക്കാൻ, അങ്ങോട്ട് മാറേ. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തായിരുന്നോ? സാർ ഇവിടെ CCTV വർക്കിംഗ് അല്ല സാർ. അതെന്താ കാര്യം? സർവീസ് ചെയ്യാൻ ടെൻഡർ കൊടുത്തിട്ടുണ്ട് സാർ. എന്തൊരു നാണക്കേടല്ലേ. ടെക്നിക്കലായിട്ട് ഇത്രയും സോഴ്സ് ഒക്കെ ഉണ്ടായിട്ട് എന്തൊരു കേരള സാധനം. കുട്ടിയുടെ സാധനങ്ങളായത്. മൊബൈൽ മാത്രം മിസ്സിംഗ് ആണ് സാർ. മൊബൈൽ ഫോൺ ഇല്ലാത്ത പെണ്ണോ? ദൈവമേ, അത്ഭുതമായിരിക്കുന്നല്ലോ. എന്താ? മൊബൈൽ ഫോൺ ഇല്ല ഗുരു. ഇതങ്ങോട്ട് പിടിച്ച്. സാർ വേഗം ചെക്ക് ചെയ്തിട്ട് കാര്യം പറയണം. ഓക്കെ സാർ. ഗുരു, ഇതാ ഇങ്ങോട്ട് നോക്കിയേ. ഇന്നത്തെ ഡേറ്റിൽ സൂര്യ അഗ്നിദേവൻ എഴുതിയിട്ട് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിട്ട് ഒന്ന് നോക്കിയേ. ആ കുട്ടിക്ക് നിന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു തോന്നുന്നു. ദീപ, സൂര്യ അറിയാമോ? ഏത് സൂര്യ? എന്തോ സിനിമ നട സൂര്യ. നിങ്ങളെ ഫ്രണ്ട് തന്നെയല്ലേ ഈ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ദീപ, നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തത്? നിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സിനെ നിനക്ക് അറിഞ്ഞൂടെന്നാണോ? ഷീസ് ജസ്റ്റ് എ ഫ്രണ്ട്, മൈ കൊളീഗ്. അത്രേ ഉള്ളൂ. അവളുടെ പേഴ്സണൽ മാറ്റർ ഒന്നും ഞാൻ തിരക്കാറില്ല. ഷീ ഹാസ് എ ബ്രദർ ആൻഡ് ദേ ലിവ് ടുഗദർ. ദാറ്റ്സ് ഇറ്റ്. ഗുരു, നമ്മൾ ഇത് അന്വേഷിക്കാനാണ് വന്നത്. കുടുംബ വഴക്കൊക്കെ നമുക്ക് പിന്നെ നോക്കാം, പ്ലീസ്. ആവശ്യമില്ലാത്തല്ല പോയേ. പോട്ടെ. സാറേ, ഞങ്ങളൊരു ഐ വിറ്റ്നസിനെ കണ്ടുവച്ചിട്ടുണ്ട് സാറേ. എങ്കിൽ കൊണ്ടുപോവാ. അങ്ങോട്ട് തള്ളിക്കറാതെ അങ്ങോട്ട് മാറിയിടാ. അങ്ങോട്ട് മാറിയിടാ. എന്താണ് വല്യമ്മേ? മോനെ സഹിക്കാൻ കഴിയുന്നില്ല. ഒന്നും കഴിച്ചില്ലേ ഇതുവരെ? മാറിയിടാ. ഇല്ല മോനെ, 2 ദോശ വാങ്ങിച്ചു. എനിക്ക് വേണ്ട, ബിരിയാണി വാങ്ങിച്ചു തന്നാ മതി. എന്താ വല്യമ്മേ, എന്തു പറ്റി? എന്തൊക്കെയാ സംഭവിച്ചത്? ഉച്ചയ്ക്ക് ഒരു 2 മണിയായി കാണും സാറേ. അയ്യോ, പൊന്നുമോളെ ഇങ്ങോട്ട് വാ. ദേ മുല്ലപ്പൂ, പിച്ചിപ്പൂ, ജാതിപ്പൂ എല്ലാം ഉണ്ട്. വാ എടാ കുഞ്ഞ്, നീയെങ്കിലും മാറ്റി കൊടുക്ക്. മണി 2ആയി, 5 രൂപയ്ക്ക് പോലും കച്ചവടം നടന്നിട്ടില്ല. അയ്യോ, ഇതെന്താണ്? അയ്യോ അയ്യോ, എന്റെ സാരി മുഴുവനും ചോരയായി മോനെ. ആളെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? പൊക്കം കുറഞ്ഞ് ഇരുനിറത്തിലുണ്ടായിരുന്നു. കറുത്ത പാൻറ്റും ചുവന്ന കള്ളി ഷർട്ടും ഇട്ടിരിക്കുന്നതാ ഞാൻ കണ്ടത്. തോളത്തൊരു സഞ്ചി ഉണ്ടായിരുന്നു മോനെ. പിന്നാലെ ചെന്ന് കുത്തിയിട്ട് ഓടിപ്പോയി മോനെ. ഇവർക്കൊരു സംരക്ഷണം കൊടുക്കണം. ഓക്കെ സാർ, ഓക്കെ. അല്ല ഗുരു, അരുണയുടെ വീടിന് മുൻപിൽ ഒരാൾക്കൂട്ടം പോലും കാണുന്നില്ലല്ലോ. എല്ലാവരും അടിച്ചു പൂക്കിറ്റായിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും. ഗുരു, അടുത്തുള്ള വീടുകളിൽ ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാം. ഓക്കെ ഗുരു. എപ്പോഴോ പഠിച്ച കവിതയാണ് ഓർമ്മയിലേക്ക് വരുന്നത്. കരയുന്ന കുഞ്ഞിന് പാലുമില്ല, ഒരു ചാൻ വയറിന് അന്നവുമില്ല എന്നുള്ള കവിത. ഇങ്ങനെ ഒരു അനുഭവം അവളുടെ മനസ്സിനെ എത്രത്തോളം ബാധിച്ചോ അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞത്. ഇത് കഴിഞ്ഞ ആഴ്ചയും കൂടി കണ്ടില്ലേ, 28 ഫാമിലി കളക്ടർ ഓഫീസിൽ വന്നിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഇല്ലെങ്കിൽ ഞങ്ങൾ ദയാവധം ചെയ്യണം എന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഈ പോക്കിങ്ങനെ പോയ നമ്മുടെ ഇതെന്താ ഉജാലയുടെ പരസ്യം? മൊത്തം വെള്ളയാണല്ലോ ഗുരു ഇട്ടിരിക്കുന്നത്. കഷ്ടം. നമസ്കാരം, നിങ്ങൾ ആരാ? അഗ്നിദേവ്, ആന്റി ക്രൈം ഡിപ്പാർട്ട്മെന്റ്. പോലീസ് ആണെങ്കിൽ ചോദിക്കാണ്ട് പറയാൻ കയറിയിരിക്കോ? അല്ലല്ലല്ല, ദേഷ്യപ്പെടില്ലേ മോനെ, മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങൾ പുറപ്പെടാം. ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പം ചെല്ലേ, ഗവൺമെൻറ്റിനോട് നമുക്ക് പറഞ്ഞു നോക്കാം. നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാം. ശരി 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 സാറേ, എന്നാൽ പിന്നെ കാണാം. പറയും മോനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മോനെ, ഞാൻ വളരെ സാധാരണക്കാരനായി ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അകത്തേക്ക് കയറിയോ? അതിപ്പോൾ ഒരു പ്രശ്നമല്ല. എന്താവശ്യത്തിനാണ് വന്നത് പറ.
നിങ്ങൾക്ക് അരുണയെ അറിയാമോ? അരുണ എനിക്ക് നന്നായിട്ട് അറിയാലോ. എൻ്റെ വീടിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. അവൾ എൻ്റെ മോളെ പോലെയാ. ആ പെണ്ണിനെ ആരോ കൊന്നു കളഞ്ഞു. മോനെ എന്താ പറഞ്ഞത്? നിങ്ങൾ പതറണ്ട. ആ പെണ്ണിന്റെ ചേട്ടൻ ദിലീപ് എവിടെ? ദിലീപ് 2-3 ദിവസത്തിന് മുമ്പാണ് ബാംഗ്ലൂരിലേക്ക് പോയത്. പോകുന്നതിന് മുമ്പ് അവർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേണ്ട 100 പ്രാവശ്യം പറഞ്ഞോണ്ട് നീ അത് തന്നെ ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എന്തർത്ഥം? എന്തോന്ന്? അവളുടെ ഇരിപ്പുണ്ടില്ലേ, നിനക്ക് അഹങ്കാരോടി. ആ അതെ, അങ്ങനെ തന്നെ കരുതിക്കോ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഡേ അധികം ആളാവണ്ട. നീ ചെയ്യുന്നൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. നിന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. മനസ്സിലായോ ദിലീപിനെ? ഡേ നീ കുറെ നേരം സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ എല്ലാവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഡേ നീ എവിടേക്കാ? ഞാൻ പോവാ. അരുണേ വേണ്ട, പറയുന്നേക്കാൻ. അരുണേ വേണ്ട, പോരുത്. അവൻ ബാംഗ്ലൂരിലേക്ക് പോയാലും നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൻ എന്നോട് പറഞ്ഞിട്ടില്ല പോയത്. ഇതെന്താ പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലെയാണല്ലോ നിങ്ങളുടെ സംസാരം. അല്ല, ഞാൻ പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്തില്ല ഇതുവരെ. എൻ്റെ ചോദ്യത്തിന് കറക്റ്റ് മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ചോദ്യത്തിൻ്റെ ശൈലി മാറാൻ സാധ്യതയുണ്ട്. വീട് പൂട്ടിയിട്ടിരിക്കുക ഗുരു. ആ താക്കോലിക്ക് നിന്ന്. അവരുടെ താക്കോൽ എൻ്റെ കയ്യിലില്ല. അതെന്താ എക്സ്ട്രാ താക്കോലൊന്നും വെച്ചിട്ടില്ലേ? മോനെ, താഴെ അവര് വാങ്ങിയല്ലേ ഇട്ടിരിക്കുന്നത്. അതിന്റെ സ്പെയർ കീ എന്തിനാ എൻ്റെ കയ്യിൽ തരുന്നേ? എന്താ ഈ പറയുന്നേ? ഗുരു ഇതിനാ പറയുന്ന നമ്മുടെ കയ്യിൽ എപ്പോഴും മോനെ, കൂട്ടിയിരിക്കുന്ന വീട് തല്ലി പൊളിക്കുന്നത് തെറ്റാണ്, ശരിയല്ല. ഇവിടെയാണ് മോനെ അവർ രണ്ടുപേരും താമസിച്ചത്. എന്താ കഥ? ഈശ്വരാ, ഒന്നും മനസ്സിലാവില്ലല്ലോ. ഈ അരുണ ആളെങ്ങനെയുണ്ട്? അരുണ നല്ലൊരു പക്വതയുള്ള പെൺകുട്ടിയായിരുന്നു. ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ആ സാമദ്രോഹി ആ പെൺകുച്ചിന് എന്ത് ചെയ്തെന്നാവും. ഇത് അവളുടെ ചേട്ടൻ ദിലീപാണ്. അവനിതെങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല. അതെ, അരുണയുടെ ആങ്ങളുടെ നമ്പർ ഇങ്ങോട്ട് തന്നെ. ദിലീപിൻ്റെ നമ്പർ അതും അറിയില്ലേ? 9397123871. ഗുരു റിങ് ചെയ്യുന്നുണ്ട്. മോനെ, ഇതെന്താണ് മോനെ? അയ്യോ, ഇത് ദിലീപ് തന്നെയാണല്ലോ മോനെ. ബാംഗ്ലൂരിൽ പോണെന്നും പറഞ്ഞു പോയവന് ഇതെന്താ സംഭവിച്ചത്? എന്റെ ദൈവമേ. ഗുരു, പെങ്ങള് പോയ വിഷമത്തിൽ സൂയിസൈഡ് ചെയ്താണോ? ഇത് സൂയിസൈഡ് അല്ല, മർഡർ. അതെങ്ങനെ ഗുരു കണ്ട ഉടനെ തന്നെ ഇത് കൊലപാതകമാണെന്ന് ഉറപ്പിക്കുന്നത്? ഈ വീടിന് പുറകിൽ വഴിയില്ല, ഫ്രണ്ട് ഡോർ പൂട്ടിയിട്ടിരിക്കുക. ബോഡി ഡീകമ്പോസ് ആകാതിരിക്കാൻ വേണ്ടി AC നല്ല കൂളിങ്ങിലിട്ടേക്കുന്ന കണ്ടില്ലേ? ഒന്നെങ്കിൽ ഇയാളുടെ ആത്മാവ് പുറത്തു പോയി ഡോർ പൂട്ടിക്കാണും, അതും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അല്ലാതാരാ? മോനെ, കളിയമാശക്ക് പോലും അങ്ങനെ പറയല്ലേ. അത് ഈ അഭിനയിക്കൊന്നും വേണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നീ ടീമിനോട് പറഞ്ഞിട്ട് ബോഡി വേഗം താഴെ ഇറക്കാൻ പറ. ശരി. അരുണെ ആരോ കൊല ചെയ്തിരിക്കുന്നു. അവളുടെ ചേട്ടന്റെ ഗതിയാണ് അതാ ഇങ്ങനെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ബോഡി കിടന്ന് ആടാൻ തുടങ്ങി, വേഗം പോകാൻ കേട്ടോ. ഹലോ. അഗ്നി, ഈ അരുണ മർഡർ കേസ് നിങ്ങളാണോ അന്വേഷിക്കുന്നത്? മിസ്റ്റർ വർമ്മ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. യെസ് സാർ, നമുക്ക് വേണ്ട കുട്ടിയാ. സോ ഐ ഹാവ് ഇൻ ഇൻവോൾവ്. ഈസ് ഇറ്റ്? ഇപ്പം എന്താ അപ്ഡേറ്റ്? കൊല 1 അല്ല 2. എന്താ പറയുന്നത്? യെസ് സാർ, അരുണയുടെ ബ്രദറിനെയും കൊന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ്. മീഡിയാസ് ശരിക്കും കത്തിച്ചു വിടുന്നുണ്ട്. എവിടെ നോക്കിയാലും ഈ ന്യൂസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഈ ന്യൂസ് പേപ്പർ ചാനൽസ് എല്ലാം നമ്മുടെ ഷൺമുഖൻ നോക്കിക്കോട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ അപ്ഡേറ്റിലുണ്ടാവും. മരിച്ചുപോയ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. അവർക്ക് എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നു അതും തിരക്കിയേക്കണം. പിന്നെ അവളുടെ ഫ്രണ്ട്സുകൾ ആരാക്കണം അവരെല്ലാം നോക്കിയേക്കണം. മറക്കരുത്. പോ. അതെ, ഫോണിൽ ആരായിരുന്നു ഗുരു? ആരാ വിളിക്കുക? ഗുരു എന്താ വല്ലാതെ ഡല്ലായിരിക്കുന്നത്?
നമ്മുടെ എക്സ്പീരിയൻസിൽ എത്ര കേസ് നമ്മൾ കണ്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് പുല്ല് പോലെ എടുക്കാവുന്നേ. നീ വിചാരിക്കുന്ന പോലെ ഇതൊരു സാധാരണ കേസല്ല ദയാ. സംതിങ് ക്രിട്ടിക്കൽ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നമ്മൾ വിചാരിക്കുന്ന പോലെ ദിലീപ് അരുണയും സഹോദരങ്ങളല്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ആ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്ക്. IPL ടാബ്ലറ്റ്, കോണ്ടം. ഗുരു, ഇവരെന്തിനാ ആങ്ങളെയും പെങ്ങളായിട്ട് അഭിനയിച്ചത്? അറിയില്ലല്ലോ. ദർ ഈസ് സംതിങ് ടെറിബിളി റോങ് ഇൻ ദിസ് കേസ്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഗുരു? സൂര്യ, ഇന്നത്തെ ഡേറ്റിൽ സൂര്യ അഗ്നിദേവൻ എഴുതിയിട്ട് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ട് ഒന്ന് നോക്കിയേ. നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ട്രംപ് കാർഡ് ആ സൂര്യ മാത്രം. അങ്ങനെയാണെങ്കിൽ അവനെ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? ഹലോ 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 ഹലോ, അഗ്നി സർ. യാ സ്പീക്കിംഗ്. അഗ്നി സർ, എൻ്റെ പേര് സൂര്യ എന്നാണ് സർ. അവളുടെ ഫ്രണ്ട് സൂര്യയാണോ? സൂര്യ, എന്താ സൂര്യ? സർ, ഞാൻ അരുണയുടെ ഫ്രണ്ടാണ്. അരുണ സാറിനെ പറ്റി എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സർ. എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനെ നേരിട്ടൊന്ന് കാണണം. എനിക്ക് നല്ല പേടിയുണ്ട് സർ. സൂര്യ, ആദ്യം നിങ്ങൾ എവിടെയാണെന്ന് പറ. ഭയപ്പെടണ്ട, ഞങ്ങളെല്ലാം കൂടെയുണ്ട്, ഒന്നും സംഭവിക്കില്ല. സൂര്യ, ഹലോ ഹലോ. എടാ, ഈ നമ്പർ വേഗം നോട്ട് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം വേഗം. ഓക്കെ, ഫാസ്റ്റ് ഫാസ്റ്റ്. ഹലോ, ഞാൻ സൂര്യയാണ് സംസാരിക്കുന്നത്. സൂര്യ സൂര്യ സംസാരിക്കാൻ. നിങ്ങൾ ഇപ്പൊ എവിടെ ഉള്ളത്? പ്ലീസ് സർ, ഇപ്പൊ സംസാരിക്കണ്ട സർ. ഞാൻ തന്നെ സാറിനെ വൈകിട്ട് കോൾ ചെയ്തു. സൂര്യ, കേസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ട് എത്രയും വേഗം എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയണം പ്ലീസ്. എവിടെയാണ് സൂര്യ? അറിയാം സർ. സർ, ഞാനിപ്പോ സേഫ് ആയിട്ടാ ഉള്ളത്. വൈകിട്ട് 6:30 ശേഷം ഉറപ്പായിട്ട് ഞാൻ സാറിനെ വിളിക്കാം. സൂര്യ, പ്ലീസ് നിങ്ങൾ സേഫ് ആയിരിക്കണം. ഓക്കെ ഓക്കെ സർ. എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഗുരു. ഇത് നമ്മുടെ കോള് പോലും എടുക്കുന്നില്ലല്ലോ. ഈ പബ്ലിക്കിനെയൊക്കെ സമ്മതിക്കണം. സർ, ഈ വീഡിയോ നോക്കണം. ആ ചെറുക്കനത്. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? സർ, ആ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റിലുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് CCTV ഫുട്ടേജ് എനിക്ക് കിട്ടിയായിരുന്നു. അതാണിത്. ശരിക്കും അന്വേഷിച്ചല്ലോ അല്ലേ? ഈ പയ്യൻ തന്നെയാണോ ചെയ്തത്? യെസ് സർ. ആ ബസ് സ്റ്റാൻഡിനകത്തുള്ള പൂക്കടയിലെ കിളവിയോട് ഇവന്റെ ഫോട്ടോ എടുത്ത് ഫുൾ സൈസ് പ്രിന്റ് ഞാൻ കാണിച്ചപ്പോൾ ആ കിളവിയും പറഞ്ഞു ഇയാൾ തന്നെയാണെന്ന്. സർ, ഈ കേസിന്റെ മെയിൻ ഐ വിറ്റ്നസ് ആ കിളവി തന്നെയാണ്. ഈ പയ്യന്റെ ഫോട്ടോ എടുത്ത് നമ്മൾ മീഡിയയിൽ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്നാൽ അതുപോലെ ചെയ്തോളൂ. ഓക്കെ സർ, എന്നാൽ ഞാൻ മീഡിയയിൽ അറിയിച്ചിട്ട് സാറിനെ ഞാൻ വിളിക്കാം. ഓക്കെ, താങ്ക് യു ഓക്കെ സർ. ഞാനൊരു പാട്ട് പാടാം. ഇതിലും ഭേദം പാടാതിരിക്കുന്നതാ. എടാ, സാധനം തണുത്തു പോവും. വേഗം പാടാ, നിനക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. വരുവാടാ, വരാട്ടാടി. അവിടെ വയ്ക്കേ. അതെടുത്തോ ഡെമി. ഡാഡി, എന്നെ എടാ പോടാന്ന് വിളിക്കുമല്ലേ? തന്നെ എന്ത്? എനിക്ക് തരാതെ നിങ്ങൾ മൊത്തം കുടിക്കല്ലേ? ഓ, തരാൻ പറഞ്ഞ. അത് തന്നെയാ പറഞ്ഞ, പക്ഷെ ഗ്യാപ്പില്ലാതെ പറഞ്ഞതേ ഉള്ളൂ. പോലീസ് തീവ്രമായ അന്വേഷണം നടത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട ഞാൻ നിങ്ങളുടെ ഒരു മകനെ പോലെ തന്നെയല്ലേ. നിങ്ങൾ എനിക്ക് തരാതെ കുടിക്കുന്നത് ശരിയാണ്. CCTV ക്യാമറയിൽ നിന്നും കൊലപ്പെടുത്തിയ ആൾ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പോലീസ് ന്യൂസ് ചാനലിന് കൈമാറിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രണയം നിരസിച്ചതിനെ തുടർന്നുണ്ടായ വ്യക്തി വൈരാഗ്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതെന്താ പുതിയ ന്യൂസ് ആണോ? ഏതാടാ ഈ പയ്യൻ? ഇവനെങ്ങനെ ഈ കേസിനകത്ത് പെട്ടത്? സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അരുണയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റിരുന്നെന്നാണ് പോളിറ്റിക്സ് ഇടക്കേറിയ ലക്ഷണമുണ്ട്. 5 വർഷം അവരെ കുറ്റം പറയുന്നതും 5 വർഷം ഇവരെ കുറ്റം പറയുന്നതും. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ദുഃഖവും വേദനയും ആരോട് പോയി പറയാനാ? കേസെല്ലാം ക്ലോസ് ചെയ്യാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഏതവനെങ്കിലും ബലിയാടാക്കുന്നത് പോലീസിന്റെ പണിയായി പോയില്ലേ? പിന്നെ ആ സൂര്യയുടെ കേസ് എന്തായി? അവരെ നമ്മളെപ്പോഴാ ഇനി മീറ്റ് ചെയ്യുന്നത്? 6:30 മണിക്ക് ഫോൺ ചെയ്യാന്നാ പറഞ്ഞേ. മണി 7 അവളെ കുറിച്ച് അന്വേഷിക്കാനും കഴിഞ്ഞില്ല. ഈ കേസിനെ കുറിച്ച് ആലോചിക്കുമ്പോണ്ടല്ലോ ചൊറിഞ്ഞു കയറുക. പോയി 2 ബിയറടിച്ചാൽ എന്താടാ? വിരോധമില്ലെങ്കിൽ എങ്ങോട്ടാടാ പോകുന്നത്? കൂതറയൊക്കെ അടിച്ച് ശരീരം കേടാക്കല്ലേ. നല്ലത് ഇവിടെ ഇരിപ്പുണ്ട്. അത് നിങ്ങളെ ടോമിക്ക് വേണേ കൊടുത്തേര്. പോടാ പോടാ. സാറേ, ഷൺമുഖവർമ്മയാ. പറയൂ വർമ്മ. സാർ, അരുണ കൊലക്കേസിൽ നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അന്വേഷിക്കുന്ന ആ പയ്യൻ ഇപ്പോൾ ഈ റോഡിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സാർ. ആണോ? സോ ഐ നീഡ് യുവർ പെർമിഷൻ. ഗോ അഹെഡ് സാർ.
ഓക്കെ, അപ്പോൾ നിങ്ങൾ പബ്ലിക്കിന് ഒരു ഡിസ്റ്റർബും ഇല്ലാതെ പ്രൊസീഡ് ചെയ്തോളൂ. ഞാനിപ്പോൾ തന്നെ AC വിളിച്ച് കാര്യം പറഞ്ഞോളാം. സപ്പോർട്ടിന് അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. നീ വേഗം പാടാൻ. ഗുരു, ഇതെല്ലാം മംഗളമായി തീർന്നാ മതിയായിരുന്നു. ഗുരു, എനിക്കൊരു കാര്യം പറയണം. നമ്മൾ ഒരുമിച്ചാണോ നീ ഒറ്റയ്ക്കാണോ? നീ വാട ശരിയാക്കാൻ. രണ്ടുപേരും ഒരുമിച്ചോ? നിന്നെ സമ്മതിച്ചു തന്നളിയാ. ഓക്കെ അല്ലേ? എല്ലാം സേഫ് അല്ലേ? സേഫ് ആയിട്ടല്ലേ ഇരിക്കണേ. റൂം നമ്പർ 202. ആ പുറയിലത്തെ മുടി കൂടെ ഇല്ലായിരുന്നു ചേട്ടനെ കാണാൻ നല്ല രസമായിരുന്നു. ഇതാണ് ഈ ക്ലൈമറ്റിന് നീ ആദ്യം വിളി, ഞാൻ ആദ്യം പോയിട്ട് വരാം. അതൊന്നും പ്രശ്നമില്ല. അതെങ്ങനെ ശരിയാകുന്നേ? ഇത് തന്നെ പോരുത്, ഞാനും വരുന്നു. ഒരു അവിടെ ചെന്ന് ബഹളം വെക്കരുത്. ആദ്യം ഫസ്റ്റ് ഞാൻ, അത് കഴിഞ്ഞ് നീ. കേട്ടോ, പറഞ്ഞ മനസ്സിലായോ? അത് കഴിഞ്ഞ് നീ എന്ത് വേണം ആയിക്കോ, പക്ഷേ ആദ്യം ഞാൻ. അതാണ് കറക്റ്റ്. ഈ റൂമില ആദ്യം ഞാൻ കയറാം. ഓൾറെഡി അവിടെ വർക്ക് നടക്കണോ? അർജുൻ സാർ, സോറി സാർ, ഞാൻ റെസ്റ്റ് റൂമിലായിരുന്നു. ഓക്കെ സൂര്യ? എനിക്ക് കുഴപ്പമൊന്നുമില്ല സാർ. സൂര്യയോ? ചുമ്മാ കാണാൻ വേണ്ടി എന്നെ പറഞ്ഞു പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ കഥ നടച്ചേ. പിന്നെ ഞാൻ സാറേ, ഇതാ സാറേ അവന്റെ വീട്. മോനെ ഓടി രക്ഷപ്പെട്ടോടാ, പോലീസ് വരുന്നടാ. സാറേ, എന്റെ അവനൊന്നും ചെയ്യല്ല സാറേ. എന്താ സാറേ? അവനൊന്നും ചെയ്യല്ല സാറേ. അയ്യോ സാറേ, ഓട്. അയ്യോ സാറേ, എന്റെ മോനെ കൊണ്ടുവരും. പാവാണ് സാറേ, അവൻ അങ്ങനത്തെ കുട്ടിയല്ല സാറേ. അയ്യോ എന്റെ മോനെ എന്ത് തെറ്റ് ചെയ്തിട്ടായി കൊണ്ടുവന്ന. അയ്യോ എനിക്ക് അയ്യോ സാർ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. എന്നെ ആരോ കൊല്ലാൻ പോവാണെന്ന് മനസ്സ് പറയുന്നു. അവരുടെ അടുത്ത ടാർഗറ്റ്. പേടിക്കേണ്ട ആവശ്യമില്ല സൂര്യ, പതുക്കെ പറഞ്ഞാൽ മതി. പറയാം സർ. അതിനു മുമ്പ് സാർ ഈ വീഡിയോ ഒന്ന് കാണണം. രണ്ടു വർഷം മുമ്പ് നടന്ന ഹരിയാന MP യുടെ കൊലപാതകവും അരുണയുമായി എന്താ ബന്ധം? ഉണ്ട് സർ, ബന്ധമുണ്ട് സർ. ഇതാണ് സർ എല്ലാത്തിനും കാരണം. അരുണയുടെ കൊലപാതകത്തിന് പിന്നിലും ഇതാണ്. എല്ലാം ഞാൻ വരുത്തി വെച്ചതാ. അവരുടെ അടുത്ത ഇര ഞാനാണ് സർ. സൂര്യ, ഭയപ്പെടേണ്ട ആവശ്യമില്ല. സൂര്യക്ക് അറിയാവുന്ന എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. മനസ്സിലായ? റിലാക്സ് റിലാക്സ് റിലാക്സ്. ഇനി പറയേ. സർ, അരുണയും ഞാനും കുട്ടിക്കാലം മുതലേ അടുത്ത ഫ്രണ്ട്സാ. എനിക്കെന്ത് പ്രശ്നം ഉണ്ടായാലും അവളായിരിക്കും ആദ്യം ഓടിയെത്തുന്നത്. ഈ വീഡിയോ വൈറലായ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഈ പയ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സർ. ഞാൻ കണ്ടതാ. ആ പയ്യനെ നേരിൽ കണ്ട കാര്യം ഞാൻ അപ്പം തന്നെ അരുണയോട് വിളിച്ചു പറഞ്ഞു. അവൾ മീഡിയയിലായതുകൊണ്ട്
ആ പയ്യനെക്കുറിച്ചും എം ഡിയുടെ മരണത്തെക്കുറിച്ചും അവൾ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അതിനെപ്പറ്റി ഒരുപാട് ന്യൂസുകൾ കളക്ട് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളായി. പ്രശ്നങ്ങൾ അറിയോ? ഓക്കെ സൂര്യ, സൂര്യ എന്തു പറ്റി? സൂര്യ, സൂര്യ, സൂര്യ എന്താ പറ്റിയത്? എന്താ എന്താ സൂര്യ, എന്താന്ന് പറ. എന്താ ഗുരു, ഇത് മാരകമായിട്ടുള്ള സൈനടാ. സൂര്യ, സൂര്യ, അയ്യോ, എടാ, കോൾ ദ ആംബുലൻസ്. എടാ വേഗം വണ്ടി എടുക്കണം. ഗുരു, നമ്മളുടെ ഓരോ നീക്കം ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നേ. അയ്യോ, വണ്ടി എടുക്കാൻ നോക്ക്. വേഗം വണ്ടി എടുക്കാൻ നോക്കണേ. പോ. നമസ്കാരമുണ്ട് മേഡം, ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്താടോ മീശേ തിളങ്ങുന്നല്ലോ. മേഡം, എല്ലാം മേഡത്തിന്റെ അനുഗ്രഹം കൊണ്ടാണേ. അല്ല, നിന്റെ കല്യാണ ദിവസത്തിന്റെ അന്ന് പെണ്ണും പിള്ളെ കൂട്ടിക്കൊണ്ട് വരാതെ ഇയാളെ എന്തിനാ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞെന്നറിയോ? അറിയില്ല മേഡം. ഇന്നലെ കുപ്പി വിറ്റതിൽ എത്രയാ കളക്ഷൻ കിട്ടിയെന്ന് പറ. ചേച്ചി, അത് ഇന്നലെ തന്നെ ശങ്കരന്റെ അടുത്ത് കൊടുത്ത് സെറ്റിൽ ചെയ്തായിരുന്നല്ലോ. കളക്ഷൻ എത്രയാണെന്നാ നിന്നോട് ചോദിച്ചേ? 2 കോടിയാ ചേച്ചി. 2 കോടിയല്ലേ? എന്നിട്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി. 1.5 കോടി മുക്കിയെന്നുള്ളത് സത്യമാണ് ചേച്ചി. എന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. മൊത്തം കളക്ഷൻ 3.5 കോടി ഉണ്ടായിരുന്നു. ചേച്ചി അറിയില്ലെന്ന് വിചാരിച്ച് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം ചേച്ചി, എന്നോട് ക്ഷമിക്കണം. നോക്കി നിൽക്കുന്ന എന്തിനാണ് മീശക്കാരൻ? എനിക്കൊന്നും അറിയില്ല. ഈ ദ്രോഹി കൂടെ നിന്ന് കാര്യം വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു. മേഡത്തിന്റെ ഉപ്പും ചോറല്ലേ ഞാൻ ഇത്രയും കാലം കഴിച്ചോണ്ടിരുന്നത്. മേഡം ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവരെ ഞാൻ ഇപ്പൊ തന്നെ കൊന്നു തള്ളിക്കളയും. മേഡം, മേഡത്തിന്റെ സന്തോഷം എനിക്ക് വലുത്. ബംഗ്ലാവിലിരിക്കുന്ന അവൾക്ക് ഒരു കണക്കും അറിയാൻ പാടില്ലെന്ന് കരുതി അവളെ അങ്ങ് കബളിപ്പിക്ക എന്ന് നീ കരുതിയല്ലേ? വെട്ടി കണ്ടം തുണ്ടുവാക്കി കളയും. ഏതൊരാണിനെയും വിശ്വസിക്കാതെ തനിച്ച് രാഷ്ട്രീയത്തിൽ വന്നവളാണ് ഈ ഞാൻ. നീയൊക്കെ ഭിത്തിയിൽ കളം വരച്ച് കണക്ക് പഠിക്കുമ്പോഴേ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നടാ. ചുരുട്ടിയ 1.5 കോടിയും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുറപ്പെടാൻ നോക്ക്. ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ എങ്ങനെ കാണിച്ചാലുണ്ടല്ലോ, നീ കണ്ടല്ലോ അവളെ നിന്റെ സ്ഥാനത്ത് ഞാൻ കൊണ്ടൊരു ഓർത്തോ. 1 സെക്കൻഡ് കൊണ്ട് നടുത്തെരുവിലിറങ്ങും. പിന്നെ നിന്റെ ഗതി ചായക്കടയാ. അങ്ങനെ എന്തിനാണ് നീ കട്ടു തിന്നാൻ നോക്കുന്നേ? ഉണ്ടാക്കുന്നതിൽ 10% കമ്മീഷൻ നീ എടുക്കുന്നില്ലേ? അതും പോരാഞ്ഞിട്ട് എന്റെ പണത്തിൽ കൈവെക്കാൻ മാത്രം എങ്ങനെയാണ് നിനക്ക് ധൈര്യം ഉണ്ടായത്? കുനിഞ്ഞ് അങ്ങ് വിനയം കാണിച്ച ഞാൻ വിശ്വസിക്കുന്നു വിചാരിച്ചോടാ? അതുകൊണ്ട് തന്നെയാടാ നിന്നെയൊക്കെ വെക്കണ്ടടുത്ത് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്. ചേച്ചി, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല ചേച്ചി. എന്നോട് ക്ഷമിക്കണം ചേച്ചി. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. എന്റെ വീൽ ചെയറിന്റെ ടയർ നക്കിക്കൊണ്ട് കിടക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ കിടന്നു. അതല്ലാന്നുണ്ടെങ്കിൽ
പഠിച്ചവനെ പോലെയുണ്ട്. പ്ലീസ്, ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്തൊന്ന് കേൾക്ക്. ഇവരെക്കുറിച്ച് നിനക്കറിയില്ല. ഇവരൊക്കെ വെറി പിടിച്ച മൃഗങ്ങളാണ്. നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഇഞ്ചിഞ്ചായി ചതച്ച് പിഴിഞ്ഞെടുത്തിട്ട് ചവിട്ടി മതിച്ച് അവരങ്ങ് പോകും. സത്യം പറഞ്ഞോ? അതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങ് നിനക്ക് എത്ര കിട്ടിയാലും നീ സത്യം പറയില്ല അല്ലേ? പറയടാ. സത്യമായിട്ട് ഞാനല്ല സാറ്. വേണമെങ്കിൽ സാർ എന്നെ പറ്റുമെന്ന് അന്വേഷിച്ച് നോക്ക്. സത്യമായിട്ട് ഞാനല്ല സാറ്. എടാ, എല്ലാ ക്രിമിനൽസും ഇത് തന്നെയല്ലേ പറയുന്നേ? അതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്ന. പറയടാ. അല്ല സാർ, ഞാനല്ല സാറ്. എടാ, മര്യാദയ്ക്ക് കുറ്റം സമ്മതിച്ചോ? അടികൊള്ളാതെ രക്ഷപ്പെടാം. ഇല്ലെങ്കിലുണ്ടല്ലോ ചവിട്ടി നിന്റെ. ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. പുന്നാര മോനെ, എങ്ങനെയാണ് കാര്യങ്ങൾ ലീക്കായത്? പറയണ, നിന്നെ വിശ്വസിച്ചാലേ പറ്റൂ. എന്നെ വിശ്വസിക്കണം സാറേ. ഇത്രയും വർഷം സാറിന്റെ കൂടെ തന്നെയല്ലേ ജോലി ചെയ്തത്. ഞാൻ നോക്കിയോളാം, നീ പോ. ഓടാ. സാർ, അഗ്നി ഇപ്പൊ എവിടെ? അരുണ കേസിന്റെ എൻക്വയറി ഇല്ല സാർ. അവരുടെ ഫ്രണ്ട് സൂര്യയെ കൊല്ലാൻ നോക്കി സാർ. സൂര്യയുടെ അടുത്ത് ഉദയുണ്ട്, ഹോസ്പിറ്റലാ. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല അഗ്നി. അരുണ കൊലക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എവിഡൻസ് എല്ലാം സ്ട്രോങ് ആണ്. അവനാണ് കുറ്റവാളിയെന്ന് കൺഫേം ആയി. നിങ്ങൾ ഇനി ഈ കേസ് അന്വേഷിക്കണ്ട. തീർച്ചയായിട്ടും സാർ ഈ പറയുന്നതായിട്ട് ഒരു ബന്ധവുമില്ല സാർ. ഈ കേസിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് സാർ. എനിക്കിത് കണ്ടുപിടിച്ചു പറ്റൂ സാർ. പ്ലീസ് ഗീവ് മീ സം ടൈം സാർ. മറ്റുള്ള കേസുകൾ പോലെ ഇതിനെ കാണരുത്. ദിസ് കേസ് ഈസ് വെരി സെൻസിറ്റീവ്. സപ്പോസ് അവനെ ആരെങ്കിലും പുറത്തു കൊണ്ടുവന്നാലും പോലീസ് കൈക്കൂലി വാങ്ങി പുറത്തുവിട്ടതാണെന്ന് നാണം കെടുത്തു. അതുകൊണ്ട് ഒരു നിരപരാധിയെ കുറ്റക്കാരനാക്കിയിട്ട് കേസ് ക്ലോസ് ചെയ്യണമെന്നാണോ? അഗ്നി, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾക്കവൻ നല്ലവനായിരിക്കാം, പക്ഷേ അക്കോർഡിംഗ് ടു ദിസ് കേസ് അവനൊരു കൾപ്രേറ്റ് ആണ്. ഞാൻ ഉറപ്പിച്ച് പറയാം സാർ, അവൻ ഒരു ഇന്നസെന്റ് ആണ്. ഇനി അവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്നെ മറികടന്നേ കൊല്ലാൻ പറ്റുള്ളൂ സാർ. എന്താ വെല്ലുവിളിക്കാണോ? ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു ചക്രമാണ്. അതിൽ നീ ഒരു ചെറിയ പാർട്ട്, അത്രേ ഉള്ളൂ. എൻ്റെ ഓർഡർ മറികടന്നുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ചുമ്മാ വിവരക്കേട് കാണിക്കില്ല അഗ്നി. അഗ്നി, എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കും. സാർ, ഒരു മിനിറ്റ് സാർ, പറയുന്നത് കേക്ക് സാർ. അല്ല ചാൾസേ, എന്തുവാടോ ഈ കേൾക്കുന്നത്? ഇതുവരെ യാതൊരു പ്രശ്നവുമില്ല. അഗ്നിദേവ് എന്റെ കൺട്രോളിൽ തന്നെ. എന്താ കേട്ടില്ല? അല്ല, നമ്മുടെ കൺട്രോൾ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതാ. അവൻ ഈ കേസിൽ ഇൻവോൾവ് ആയിരുന്നില്ലെങ്കിൽ കേസ് അന്നേ ക്ലോസ് ചെയ്തേനെ. നമ്മുടെ സമയദോഷം. അവൻ കാരണം നമുക്കാ തലവേദന. ഇനി അവൻ ഈ കേസിലൊന്നും മിണ്ടില്ല. അത് പിന്നെ ചാൾസേ, എന്റെ വിഷയത്തിൽ തലയിടുന്ന എല്ലാറ്റിനെയും ഞാൻ നോട്ടം വെച്ചിരിക്കുകയാണ്. എനിക്കെല്ലാം അറിയാം. രാഷ്ട്രീയത്തിലുണ്ടല്ലോ, സ്വപ്നത്തിൽ വരുന്ന വിരോധികളെ പോലും യാഥാർത്ഥ്യത്തിൽ ഇല്ലാതാക്കി കളയണം. അല്ലെങ്കിലേ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മളെ കേറി അങ്ങ് കൊടയും.
ഞാൻ നോക്കിക്കോളാം. താൻ അങ്ങനെ പറയും. നാളെ അവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാലുണ്ടല്ലോ, തോനിക്കും കൂടി കിട്ടും അതിന്റെ പ്രതിഫലം, പറഞ്ഞേക്കാം. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളുടെ പുറകിലുള്ള നെറ്റ്വർക്ക് കണ്ടുപിടിച്ചാലല്ലേ അവന് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റൂ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒന്നും സംഭവിക്കില്ല, എല്ലാം ഞാൻ ഏറ്റു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എല്ലാം എനിക്കറിയാം. എടാ, ഞാൻ ആ രാജയെക്കുറിച്ച് മീംസ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, എന്തായി? The memes has been uploaded in all social media and all online platforms. നിർത്ത്. തെങ്ങും ചാരിയൊന്നും പെണ്ണിനെ അടിച്ചോട്ട് പോയപോലെ എന്തൊക്കെയോ പറയുന്നല്ലോ നീ കേരളത്തിൽ ജനിച്ചവനല്ലേടാ? മലയാളത്തിൽ പറഞ്ഞാൽ മതി. മീംസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 40,000 അക്കൗണ്ടിലേക്ക് ഷെയർ ആയിട്ടുണ്ട്. നാളെ നേരം വെളുക്കുമ്പോഴേക്കും 1,00,000 മേലെ ആകും. ആകട്ടെ. എഴുന്നേക്കടാ, സത്യം പറ, നീ ആരടാ? പറയടാ. നിക്കണം, വണ്ടി നിർത്തണം. കമ്മീഷണർ സാറേ, അഗ്നിദേവിന് ഒരു തുമ്പ് പോലും കിട്ടില്ല, എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്താണ് പറയാ? ഗുരു, ഇവിടെ എല്ലാം തലയിടായിട്ടാണ് നടക്കുന്നത്. എന്തു പറ്റിയടാ? സൂര്യ ഹോസ്പിറ്റൽ വെച്ച് ആരോ കൊന്നു. എന്തുവാടാ പറഞ്ഞേ? എങ്ങനെയാടാ സംഭവിച്ചത്? എന്താടാ ഇത്രയും കെയർലെസ് ആയത് നീ? സൂര്യ കേസിന് പ്രധാനമെന്ന് എനിക്ക് അറിയില്ലായിരുന്നോ? അത് പിന്നെ ഞങ്ങൾ അലർട്ടായിട്ടായിരുന്നു. നിർത്തണം. ബണ്ണൊക്കെ പിന്നെ കഴിക്കാൻ ചേട്ടാ. IC വാർഡിലെ ആ CCTV ക്യാമറ ഓൺ ചെയ്തേ. ഓക്കെ. ഇതാണ് സാർ ഫുട്ടേജ്. എന്തുവാടോ ആ 8ാമത്തെ ക്യാമറ ഗെയിംസ് വരുന്നത്? ഇടോ, അതൊന്ന് മര്യാദയ്ക്ക് സൂം ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണോ. ഇപ്പം നോക്കാം സാർ. ഇതെന്തോ ഓട്ടോമാറ്റിക്കായിട്ട് എററാവുന്നു സാറേ. സർ, സംതിങ് റോങ്. UV30 UHF ആൻഡ് VHF ചാമ്പസ് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് തന്നെ ആപത്തായിട്ട് മാറുന്ന കണ്ടില്ലേ? എടോ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ കെയറിംഗ് അല്ലേ? സാർ, ആയിരക്കണക്കിന് ആളുകൾ വരുന്നതല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ? അല്ല സാർ, ഞാൻ കണ്ടായിരുന്നു. വന്നത് പെണ്ണല്ല, ഒരു പയ്യനാ. അപ്പോ ആ പോലീസ് കസ്റ്റഡി ഇരിക്കുന്ന ആ പയ്യനോ? എടാ, നീ കള്ളം പറയുന്നോടാ. എത്ര അടിച്ചിട്ടും സത്യം പറയുന്നില്ലേ സാറേ? എത്ര വർഷമായിട്ട് സർവീസിലുണ്ട്? നിനക്ക് ഇന്നസെന്റ് ആരാ അക്യൂസ്ഡ് ആരാന്ന് അറിയാൻ വയ്യാതെ സാർ, നമ്മുടെ അടുത്തുള്ള എവിഡൻസ് നിർത്തണം. നിന്റെ എവിഡൻസ് എടുത്ത് ചവച്ചോട്ടയിട്.
എന്താടിയാടോ അടിച്ചേക്കുന്നത്? സാറേ, ഞാൻ BA ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡലിസ്റ്റ്. സാറ് വേണമെന്നുണ്ടെങ്കിൽ കോളേജിൽ എന്നെ കുറിച്ച് ചോദിച്ചു നോക്ക്. ആ പെൺകുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാറ്. ഞാൻ എങ്ങനെയാ സാർ ആ കുട്ടി? എന്റെ കൺമുമ്പിൽ വെച്ചൊരു ചെറിയ പയ്യനെ അവളെ കത്തിയോട് കുത്തിയിട്ട് ഓടിക്കളഞ്ഞതാ സാറ്. അതെന്നെ കൊണ്ട് തടയാൻ പറ്റിയില്ല സാറ്. ഞാനെങ്ങനെ ആ കുട്ടിയെ കൊണ്ടുന്നത് സാറ്? സാറ്, എനിക്ക് എൻ്റെ അച്ഛൻ ഒരു പ്രാവശ്യം കാണണമെന്നുണ്ട് സാറ്. പ്ലീസ് സാറ്. നെറ്റിലും വെച്ചിട്ടില്ലേ സാറേ? ഉണ്ട് സാറേ. കാക്കിയുടുപ്പിൻ്റെ ഈ ബലമൊക്കെ മുതിർന്ന രാഷ്ട്രീയക്കാരുടെ അടുത്ത് കാണിച്ചാൽ മതി. ഇതുപോലുള്ള പാവപ്പെട്ടവരുടെ മെക്കിട്ട് കയറരുത്, മനസ്സിലായടാ? എന്നാ ഇറങ്ങട്ടെ സാറേ. ശരി. എപ്പോഴും അവസാനിക്കേണ്ട കേസ് നിങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കണ്ട സാർ. അതല്ല സാർ, നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ലിങ്ക് ഉണ്ട്. എന്നാൽ സാർ പ്രൊസീഡ് ചെയ്യുന്ന രാജന്റെ കേസിന്റെ ആംഗിളിലാണ് തെറ്റ്. അഗ്നി, നിങ്ങൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ദിസ് കേസ് ഈസ് ക്ലോസ്ഡ് നൗ. നോ സർ, ദിസ് കേസ് ഈസ് നോട്ട് എ ക്ലോസ്ഡ്. എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട് സർ. അറ്റോമിക് നൈഫ് സാറിന് അറിയില്ലേ? അറ്റോമിക് യുറേനിയം 16 കുത്തിയ സെക്കൻഡിൽ തന്നെ കത്തിയിലുള്ള യുറേനിയം രക്തത്തിൽ വ്യാപിച്ച് ആളപ്പം തന്നെ ക്ലോസ് ആവും സർ. സർ, ഇതായത് നോക്കാം. 2 വർഷം മുമ്പ് നടന്ന ഹരിയാനയിലെ MPയുടെ കൊലപാതകത്തിൻ്റെ റിപ്പോർട്ട്സാണിത്. MPയെ ഇങ്ങനെ തന്നെയാണ് സർ കൊന്നിരിക്കുന്നത്. കത്തിക്ക് കുത്തിയതുകൊണ്ടല്ല മരിച്ചത്. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ യുറേനിയം മിക്സ് ആയതുകൊണ്ടാണ് മരിച്ചത് സർ. അതുപോലെ തന്നെ ഇത് അരുണയുടെ റിപ്പോർട്ട്സാണ്. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ആ കുട്ടിയുടെ രക്തത്തിലും യുറേനിയം മിക്സ് ആയിട്ടുണ്ട് സർ. സെയിം പാറ്റേൺ ഓഫ് കില്ലിംഗ്. സർ, ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഹരിയാന MPയുടെ മർഡർ നടത്തിയത് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണെന്നുള്ളതാണ് സാർ എൻ്റെ ഒബ്സർവേഷൻ. പക്ഷേ ഇതുവരെ അയാളെ പിടിച്ചിട്ടില്ല. അരുണയുടെ കൊലപാതകവും അവിടെ ശരീരത്തിലുള്ള സ്റ്റാപ്പ് മാക്സ് പാറ്റേൺ ഡൗൺ ടു ആ പൊസിഷനിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് ഈ കൊലപാതകം ചെയ്തതെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും സർ. എന്നാൽ സാർ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത രാജൻ ഒരു റൈറ്റ് ഹാൻഡറാണ്. അഗ്നി, ശരിക്കും ആലോചിച്ച് നോക്ക്. ഇതുകൊണ്ടൊന്നും അന്വേഷണത്തിന് ഒരു പുരോഗതി ഉണ്ടാവില്ല. ശരിക്കുള്ള എവിഡൻസ് എന്തെങ്കിലും കൊണ്ടുപോവാ. ഒരാവശ്യമില്ലാത്ത കേസ് ഞാൻ ലിങ്ക് ചെയ്യാന്നല്ലേ സാർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ സാറേ അരുണയുടെ സഹോദരൻ അവളുടെ വീട്ടിൽ മരിച്ചത്? എന്താ അഗ്നി, അവരുടെ വീട്ടിൽ IPL ടാബ്ലറ്റും കോണ്ടോ ഒക്കെ കണ്ടതല്ലേ? പിന്നെ എങ്ങനെയാ അവർ സഹോദരനും സഹോദരിയാവുന്നേ? നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് പ്രൂവ് ചെയ്യുന്നതിൽ വളരെ അടമൻ്റാ. പക്ഷേ ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. വിത്തൗട്ട് എവിഡൻസ് ഒരു യൂസും ഇല്ല. ഉണ്ട് സർ, എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. സൂര്യ മരിക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടാ പോയത്. ശരിയായ എവിഡൻസുമായിട്ട് ഞാൻ എത്രയും വേഗം സാറിനെ വന്ന് കാണും. അപ്പോൾ അറിയാം ആരുടെ ഭാഗത്താണ് സത്യം. സർ, എന്തോ അടി ഇത് കൂട്ടാനാണോടി? ഇതെടുത്ത് ഉരുട്ടി വിഴുങ്ങടി.
ഉദയ് ഡോങ്കർ. എന്നാ ഗുരു? പാസ്വേഡ് എന്താ? SUNNI LUNE സണ്ണി ലിയോൺ. അതാ നമ്മുടെ പാസ്വേഡ്. കറക്റ്റാ? എന്താ നോക്കുക? 2 വർഷം മുമ്പ് നടന്ന ഹരിയാന MP യുടെ കൊലപാതകവും അരുണയുമായി എന്താ ബന്ധം? ഉണ്ട് സർ, ബന്ധമുണ്ട് സർ. ഈ പയ്യനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സർ. വന്നത് പെണ്ണല്ല, ഒരു പയ്യനാ. എന്റെ കൺമുമ്പിൽ വെച്ച് ചെറിയ പയ്യൻ അവളെ കത്തിയോട് കുത്തിയിട്ട് ഓടിക്കളഞ്ഞതാ സാറേ. എന്തെങ്കിലും കാണാൻ പാടില്ലാത്തത് കണ്ടോ? എന്താ ഗുരു, വലിയ ഇൻട്രസ്റ്റിംഗ് മാറ്റർ ആണോ? എന്തുവാടോ ചാൾസേ, തന്നെ ഞാൻ വിശ്വസിച്ച് പോയല്ലോടോ. താനാണ് വലിയ നെറ്റ്വർക്കും മണ്ണും മാങ്ങാത്തൊലിയും ചിരട്ടയെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഇനി എത്ര കാലമെന്ന് വെച്ചാടോ ഇതുപോലെ നാണമില്ലാതെ മാനക്കെട്ടെ കാൽ കിഴി കിടക്കാൻ പോകുന്നത്? എടോ, തനിക്കൊക്കെ ഒരു ഉളുപ്പും ഇല്ലടോ. താൻ ചോറല്ലേ ഉണ്ണുന്നത്? അന്ന് തൊട്ട് ഞാൻ തന്നോട് പറയുകയാണ്, അവൻ കാരണം നമുക്ക് പ്രശ്നം ഉണ്ടാവുന്ന. താനാണ് പറഞ്ഞത് അവനെന്തോ മറ്റവനാണ്, ഞാൻ കൈകാര്യം ചെയ്തോളാവുന്ന. തന്നെ ഞാൻ വിശ്വസിച്ചല്ലോടോ. ശത്രുവാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു കുഞ്ഞുങ്ങൾ പോലും അറിയാതെ കത്തിച്ചു കളയണം. ഒരു കാര്യം പറയാം, താൻ എവിടെ നിൽക്കുകയാണോ, എന്ത് ചെയ്യുവാണെന്നും അറിയണ്ട, ഇപ്പൊ തന്നെ വരണം. ഉടനെ തന്നെ വരണം. പറഞ്ഞത് കേട്ടല്ലോ? ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ഒരു കമ്മീഷണറാണെന്നുള്ള ഒരു മര്യാദയില്ല. അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. മെന്റൽ. എന്താ ബ്രോ, വലുതും കിട്ടിയോ? നമ്മുടെ സംശയം ശരിയാടാ. ലക്ഷ്മി മില്ലിന്റെ അടുത്തായിട്ട് ഒരു കെയർ ഹോം ഉണ്ട്. കെയർ ഹോം എന്ന് വെച്ചാൽ? എടാ, രഞ്ജിതാനന്ദ ഹോമടാ. ഇപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായത്. അങ്ങനെ വരട്ടെ. 2016 ഈ ഹോമിൽ നിന്നും 16 കുട്ടികൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. നീ എന്താ ഈ പറയുന്നേ? അപ്പോ ഇവന്മാരോർത്തിനാണ് നമ്മൾ ഈ അന്വേഷിക്കുന്നത്? ആയിരിക്കാം. ഹലോ, നമസ്കാരം സാർ. ഞാൻ ഹരിയാന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. സാറ് പറഞ്ഞ പോലെ MP യുടെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള എല്ലാ ഫയലുകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ MP മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പായിട്ട് 2 അൺനോൺ നമ്പറിൽ നിന്ന് അദ്ദേഹത്തിന് കോള് വന്നതായിട്ട് കാണുന്നുണ്ട്. അതിലൊരു കോള് MLA ബാലേന്ദ്രന്റെ ഫോണിൽ നിന്നാണ്. അത് ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു. ഉദയ, എന്തു പറ്റി? ഒന്നുമില്ല ബ്രോ. ആരൊക്കെ ഒന്നും പറ്റിയില്ലല്ലോ. മണ്ടനാണോ നീ? ഷൂട്ട് ചെയ്യുന്ന കണ്ടില്ലേ? നീ പിന്നെ അങ്ങോട്ട് ഓടിപ്പോയത്? എനിക്കൊരു കുഴപ്പമില്ല ഗുരു. ഇനി ഇവിടെ നിൽക്കേണ്ട, നീ പോകാൻ നോക്ക്. ആദ്യം ആ ഹോമിൽ ചെന്നിട്ട് ആ കുട്ടികളെ കുറിച്ച് നീ അന്വേഷിക്കാൻ നോക്ക്. ചെല്. ശ്രദ്ധിച്ചു പോ. ഉദയ്, ഇത് പിടിക്കുക. ഈ തോക്ക് നിന്റെ സേഫ്റ്റിക്ക് വെച്ചോ. ബി കെയർഫുൾ. അശ്രദ്ധ പാടില്ല. എന്നാ ചെല. ശരിയെന്നാ. ഹലോ, അഗ്നി, എവിടെയാളെ? എന്താ, എന്ത് പറ്റി? എവിടെയാന്ന് ചോദിച്ചാ കേട്ടില്ലേ? ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാ. ഹോസ്പിറ്റലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല. അരുണയുടെ ബോഡി ഏറ്റുവാങ്ങാനായിട്ട് നിൽക്കുക. ഹലോ,
വരും മോനെ. കേസിന് എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ഞാനും 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാ. ഒരു ജോലിയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് അഭിനയിക്കേണ്ട സാർ. ഞാൻ കേസിനെ കുറിച്ച് നിങ്ങളോട് അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നല്ല എന്നോട് പറഞ്ഞു. എന്നാൽ ഹരിയാനയിൽ കൊല്ലപ്പെട്ട MP-യോട് നിങ്ങൾ ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. നിങ്ങളൊരു സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണെന്ന് കണ്ടാൽ നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പെരുമാറിയ. ഇല്ലെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു എൻ്റെ രീതി. മോനെ, സത്യസന്ധതയെക്കുറിച്ച് മോൻ അറിയാമോ? നമുക്ക് ആവശ്യമുള്ളപ്പോൾ സിൻസിയറായി അഭിനയിക്കുന്നതിന് അങ്ങനെ പറയാൻ പറ്റില്ല. ജീവൻ പോകുന്ന അവസ്ഥ വന്നാലും മനസാക്ഷിയും ദൈവത്തെയും വഞ്ചിക്കാതെ സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനാണ് മോനെ അങ്ങനെ പറയുന്നത്. എന്ന് വലിയ ബിസിനസ്സുകാരല്ല ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നവരാ. എന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ഏതവസ്ഥ വന്നാലും സ്വപ്നത്തിൽ പോലും കൈനീട്ടരുതെന്ന് കരുതി മാത്രമാണ് ജീവിച്ചത്. അവരെല്ലാം നായനാരെയും EMSനെയും കരുണാകരനെയും കണ്ട് കറതീർന്ന രാഷ്ട്രീയക്കാരാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ഒന്നേ പറഞ്ഞോളൂ, എടാ, ആരുടെയും ഒരു ചില്ലിക്കാശ് പോലും ആഗ്രഹിക്കരുതെന്ന് സത്യം ചെയ്യിപ്പിച്ചിട്ടാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടത്. പക്ഷെ ഇന്ന് കണ്ട കള്ളു കച്ചവടക്കാരനും ഗുണ്ടകളും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി സർക്കാരിന് മാനക്കേടുണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. ഞാൻ ഇന്ന് വരെ സത്യസന്ധനായിട്ടാണ് ജീവിച്ചത്. അത്രയ്ക്ക് സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സാർ എന്നോടെല്ലാം മോനെ, ഹരിയാന MP കൊല ചെയ്യപ്പെട്ട കാര്യം മോനോട് ഞാൻ പറയാതിരുന്നതിന് പല കാരണങ്ങളുണ്ട്. മോനൊരു സത്യസന്ധനായ ഓഫീസറാണെന്ന് എനിക്കറിയാം. ഞാനും അങ്ങനെയുള്ള ഒരാളാണെന്ന് മോനെ അറിഞ്ഞിരിക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ വേണ്ടി മേലെടുത്തുനിന്ന് ഉത്തരവ് വന്നു. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് ഇവിടെ പലർക്കും അറിയില്ല. അതും ഞാൻ ഉൾപ്പെട്ട ഈ പാർട്ടിയിലാണ് ഈ അക്രമം നടന്നത്. മേഡം നമസ്കാരം. മേഡം സൂക്ഷിച്ച്. അയ്യോ, സ്വന്തം കുടുംബത്തെ കലാപത്തിന് ബലി കൊടുത്തിട്ട് ഒറ്റയായി ഇവിടെ വന്നവൾ. ഒട്ടനവധി ദുരിതങ്ങൾ പേറിയാണ് അവൾ ഇവിടെ വരെ എത്തിയത്. എത്ര തവണ പറയണടി, നിന്നെയൊക്കെ ഇവിടെ വെച്ചു പൊറപ്പിക്കാൻ പാടില്ല. ഇനിത് ചെയ്യല്ലേ, വേണ്ട.
ശകുന്തള ദേവിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭരണഘടനയോട് വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡയും നിലനിർത്തുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. മന്ത്രി ഒരു നിയമം പാസാക്കിയാൽ ആ നിയമം സാധാരണക്കാരിൽ വരെ എത്തിച്ചേരണമെങ്കിൽ ബാക്കി എല്ലാവരും തന്നെ അതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ നടക്കൂ. അല്ലെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ വെറുതെയാകും. ഈ നിയമം ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ളത് മന്ത്രിക്കും അറിയില്ല, എന്തിനാണ് ഈ നിയമം വന്നതെന്ന് ജനങ്ങൾക്കും അറിയില്ല. അങ്ങനെ ഒരു കാര്യമാണ് ഡെമോൾട്ടൈസേഷനിൽ അന്ന് നടന്നത്. വിശപ്പ് മാറ്റാൻ അരിമോഷ്ടിച്ചവനെ മേലേക്കയച്ച ഇതേ നാട് തന്നെയാ കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചവനെ ആ വിദേശത്തേക്ക് അയക്കുന്നത്. മേലെടുത്തുനിന്ന് തീരുമാനിച്ചു ജനങ്ങൾക്ക് വേണ്ടി പുതിയ കറൻസികൾ ഇറക്കി. പക്ഷെ എത്ര വലിയ വെള്ള പേപ്പറായാലും അതിന് നടുക്കുള്ള കറുത്ത പുള്ളി മാത്രമേ നമുക്ക് കാണാനാകൂ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരും. ആ തീരുമാനത്തെ ചൂഷണം ചെയ്ത് കീശ നിറയ്ക്കുന്നവരാണ് ഇവിടുത്തെ പലരും. കോടികൾ വാങ്ങിക്കാനൊന്നുമില്ലല്ലോ നിൽക്കുന്നത്, കണ്ടില്ലേ? ഇവന്മാർക്ക് അതുപോലെ മനസ്സിലാവുന്നില്ല. എന്തിനാ നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? മര്യാദയ്ക്ക് ലൈനിൽ നിൽക്കാൻ നോക്കെ, ഇല്ലെങ്കിൽ വേറെ ബാങ്ക് നോക്കി പൊയ്ക്കോ. അവന്റെ ഒക്കെ ഒരു അഹങ്കാരം കണ്ടില്ലേ? തീർന്നു കൊടുത്ത് നടക്കോരോ. മോനെ ഒന്ന് വേഗാട്ടെ മോനെ. കുഞ്ഞേ, അല്ല ഇതെന്താ നിങ്ങളിതുവരെ പോയില്ലേ? നിങ്ങളോട് പറഞ്ഞല്ലേ പോവാനായിട്ട്? എന്റെ പേരക്കുട്ടിക്ക് 2 ദിവസത്തിനുള്ളിൽ കല്യാണമാ. എന്റെ കൈവശം കുറച്ച് കാശുണ്ട്. ഞാനും പല സ്ഥലത്ത് കൊണ്ടു ചെന്ന് നോക്കി. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരൂ കുഞ്ഞെ, മോന് പുണ്യം കിട്ടും. സെക്യൂരിറ്റി ഇവരെ പിടിച്ച് പുറത്താക്കേ, പോവാൻ പറഞ്ഞില്ലേ? അതെ, നിങ്ങൾ വന്നേ. ഡോ, തനിക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടോ? ചോദിക്കാനും പറയാനും ആളില്ലാഞ്ഞിട്ടല്ലേ ഓരോ സ്ഥലത്ത് രാഷ്ട്രീയക്കാര് മണിമാളിക കെട്ടി മക്കളെ വിദേശത്ത് അയച്ചിട്ട് ആർഭാടമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളെന്താ വെറും 7 കുലികളാണെന്നാണ് വിചാരിച്ചേ? നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഞങ്ങളെ പുച്ഛിച്ചു തള്ളാം. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളം ഞങ്ങളുടെ അധ്വാനം. വന്നിരിക്കുന്ന ഹരിചന്ദ്രൻ, തനിക്ക് അത്ര കണ്ട് ചെയ്തോണ്ടെങ്കിൽ തന്റെ പൈസ കണ്ട് എടുത്താടോ. വന്നോളും ഓരോന്ന് രാവിലെ വേറെ പണിയില്ലാഞ്ഞിട്ട്. അതെ, ഒരു നിമിഷം സർ, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെ, നിങ്ങളോട് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണോ? നിങ്ങളുടെ കണ്ണി കണ്ടോ അവിടെ ക്യൂവിൽ ആൾ നിൽക്കുന്നത്? പ്ലീസ് സർ, ഞാൻ പറയണതൊന്ന് കേൾക്കണം സർ, പ്ലീസ്. നിങ്ങൾ പോയി ക്യൂവിൽ നിൽക്കാൻ നോക്ക്. ഈ നോട്ട് നിരോധനം മൂലം ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെല്ലാം വലയുകയാണ്. കേരളത്തിലെ പല ബാങ്കുകളിലും പുതിയ കറൻസികൾ കിട്ടാത്തതിനാൽ സാമ്പത്തിക ഇടപാടുകൾ നിലച്ചിരിക്കുകയാണ്. പൊതുജനത്തെ ഇത് വല്ലാതെ ബാധിച്ചിരിക്കുന്നു. പണമിടപാടുകാരുടെയും ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ പണം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നവരുടെയും സ്ഥിതി വളരെ ദയനീയമാണ്. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഇനി ഇങ്ങനെ ഉണ്ടാകരുതെന്ന് കരുതി എല്ലാം റെക്കോർഡ് ചെയ്തു. ഇതങ്ങനെ തന്നെ. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഞാൻ മറച്ചു വെച്ചെന്ന്? ആ ഹരിയാന MP മരിച്ചെന്ന് പറഞ്ഞില്ലേ മിനിസ്റ്റർ? അങ്ങേരടുത്ത് പറഞ്ഞു ഉടനെ ശകുന്തളാദേവിയുടെ പേരിൽ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസത്തെ പത്രത്തിൽ അങ്ങേരുടെ മരണ വാർത്തയെ കണ്ടത്. ഇങ്ങനെ ഒരു അഴുക്കുചാലും നമ്മൾ ഉണ്ടായിക്കൂടാന്ന് കരുതിയിട്ടാ ഞാൻ എൻ്റെ സ്ഥാനം ഉടനെ തന്നെ രാജിവെച്ചത്. എന്റെ കയ്യിലുള്ള എവിഡൻസ് എല്ലാം ഞാൻ കൊണ്ടുപോയി പ്രസിലോ മീഡിയയിലോ കൊടുത്താൽ എന്താവും കഥ? എന്നെ ടോർച്ചർ ചെയ്ത് ഇതുപോലെ കൊല്ലില്ലേ? മരണത്തെ എനിക്ക് പേടിയുണ്ടായിട്ടല്ല,
എന്റെ ജീവൻ പോയിട്ട് ഈ നാടിന് എന്ത് കിട്ടാനാ? സത്യം തെളിയോ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അരുണാദേവി എൻ്റെ അടുത്തേക്ക് വന്നത്. മിനിസ്റ്ററെ കൊന്ന പയ്യനെ നമ്മുടെ നാട്ടിൽ വെച്ച് കണ്ട കാര്യം അവൾ എന്നോട് പറഞ്ഞു. എനിക്ക് വന്ന ആവേശത്തിൽ എല്ലാം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. ആ പെൺകുട്ടി ശകുന്തളാദേവിയുടെ കാര്യം പ്രസ്സിൽ അറിയിക്കുന്നതിന് മുമ്പ് അവളെയും കുടുംബത്തോടെ കൊന്നൊടുക്കിയടോ. അങ്ങനെയെങ്കിൽ അരുണയോട് നിങ്ങൾ പറഞ്ഞ കാര്യം അവരെങ്ങനെയാണ് അറിഞ്ഞത്? അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ഒരു കാര്യമുണ്ട് മോനെ, ശകുന്തളാദേവി സാധാരണ സ്ത്രീയല്ല, വിഷപ്പാമ്പ. ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് മോൻ വളരെ സൂക്ഷിക്കണം. ഞാൻ ഇറങ്ങട്ടെ മോനെ. ഒരു നിമിഷം. ഗുരു, ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട്. ആ ഹോമിൽ നിന്ന് പിള്ളേരെ രക്ഷപ്പെട്ടത് സത്യമായ കാര്യമാണ്. പക്ഷെ ടി വി കാണിക്കുന്നത് അവരായിട്ട് രക്ഷപ്പെട്ടതല്ല, അവരെ ആരോ തട്ടിക്കൊണ്ട് പോയതാ. എന്നിട്ട് പിള്ളേരെ നല്ലപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊട്ടേഷൻ ഇറക്കും. അതാണ് അവരുടെ തന്ത്രം. എല്ലാ കൊട്ടേഷൻ അവന്മാരായിരിക്കും ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ട്രസ്റ്റില് എങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ കഴിയുന്നു? ആരോ ഇതൊക്കെ ചെയ്യുന്നത്? വേറെ ആരാ? ബഹുമാനപ്പെട്ട കമ്മീഷണർ ചാർലസാ. എന്താ ഗുരു പറയുന്നത്? നമ്മുടെ കമ്മീഷണറോ? അരുണയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത IPL ടാബ്ലറ്റ്സും കോണ്ടത്തിന്റെയും കാര്യം നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ഇൻഫോം ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ആ കാര്യം കമ്മീഷണർ എങ്ങനെയാണ് അറിഞ്ഞത്? എന്താ അഗ്നി, അവരുടെ വീട്ടിൽ IPL ടാബ്ലറ്റും കോണ്ടോ ഒക്കെ കണ്ടതല്ലേ, പിന്നെ എങ്ങനെയാ അവർ സഹോദരനും സഹോദരിയാവുന്നത്? പോയിന്റ് നമ്പർ 2, ഞാൻ അയാളെ കാണുമ്പോൾ ഈ കേസിൽ നിങ്ങൾ കുത്തിപ്പൊക്കണ്ട. രാജനെ അക്യൂസ്ഡ് ആക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചു പുള്ളി. ഹോമിലെ പിള്ളേരെ തട്ടിക്കൊണ്ട് പോയിട്ട് ആ കുട്ടികളെ കാണാനില്ലെന്നും പറഞ്ഞ് മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. ഹോം സെക്യൂരിറ്റിക്ക് തന്നെ വിഷയം അറിയാവുന്ന സ്ഥിതിക്ക് കമ്മീഷണർ എങ്ങനെ ഉദയം അറിയാതിരിക്കുന്നതെല്ലാം? കണ്ടാലെന്ത് ഡീസന്റ് മനുഷ്യനാ, പക്ഷെ കയ്യിലിരിക്കുന്നതാണെന്ന് അറിയത്തില്ലല്ലോ. ഗുരു, കമ്മീഷണർ ഇതെന്തിനായിരിക്കും ചെയ്തിരിക്കുന്നത്? കമ്മീഷണറുടെ മകൾക്ക് MBA സീറ്റ് വാങ്ങിച്ചു കൊടുത്തത് തന്നെ മിനിസ്റ്റർ ശകുന്തളാദേവി അല്ലേ? മിനിസ്റ്റർ ശകുന്തളാദേവിയോ? പക്ഷേ അവരാണ് ഇതൊക്കെ ചെയ്തെന്നുള്ളതിന്റെ ഒരു തെളിവ് പോലും നമ്മുടെ ഇല്ലല്ലോ ഗുരു. തെളിവുകളില്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കണം. അതിനല്ലേ നമുക്ക് ശമ്പളവും കാക്കുടുപ്പും ഒക്കെ ഗവൺമെന്റ് തന്നേക്കുന്നത്. ശകുന്തളാദേവി സാധാരണ സ്ത്രീയല്ല, വിഷപ്പാമ്പ. ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ മിനിസ്റ്ററിന്റെ ചെവിയിലെത്തിയപ്പോ എതിർ കക്ഷികൾ ആരെങ്കിലും ആയിരിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. എന്നാൽ എന്റെ ശത്രുക്കളാരും പുറത്തല്ല, എന്നോടൊപ്പം തന്നെയുണ്ടെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ആ മണിമാരനെ അഗ്നിദേവ് കണ്ടതുകൊണ്ട് നമ്മൾ അന്വേഷിക്കുന്ന ആ ബലിയാട് ആ മണിമാരൻ തന്നെയാണ്. അവനെന്തോ നീതി ന്യായമൊക്കെ പറയാനറിയോ? ഭഗവത്ഗീതയും വായിച്ചോണ്ടൊരു മൂലയിരുന്നോളൂന്ന് ഞാനാണ് വെറുതെ തെറ്റിദ്ധരിച്ചു പോയത്.
രഹസ്യമായിട്ട് അവൻ നമുക്ക് തന്നെ 8ന്റെ പണിയല്ലേ തന്നത്. ആ കള്ളക്കളവനെ പിന്നീട് നമുക്ക് നോക്കാം. ആദ്യ രാജയോടൊപ്പം തന്നെ അഗ്നിദേവനെ തീർത്തേക്കാം. അവരോടൊപ്പം തന്നെ ഈ വിഷയവും. എടി അല്ല, മഹാദേവനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത CMന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. CM ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ എടോ, CMനോട് എനിക്ക് എങ്ങനെ ഡീൽ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയാം. ഞാൻ പറയുന്നത് മാത്രം താൻ ചെയ്താൽ മതി. എനിക്ക് ഐഡിയ തരാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുകയല്ല. എന്താ മനസ്സിലായോ? ശരി. ചെക്ക് ചെയ്തോ? എല്ലാ ഫുട്ടേജും ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തു ഗുരു. പക്ഷേ അരുണ കമ്മീഷണറെ മീറ്റ് ചെയ്തിട്ട് പോലുമില്ല. വാ നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതെ, ആ ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്തേ. അരുണ മരിക്കുന്നതിന് 3 ദിവസം മുമ്പുള്ള ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്തേ. ഓക്കെ സർ. ഒന്ന് ഫ്രീസ് ചെയ്തേ. റൈറ്റ്. ഇനി സൂം ചെയ്. ഗുരു, ഇവൻ ദിലീപാണ്, അരുണയുടെ ആങ്ങള. അതുപോലെ അടുത്തതും പ്ലേ ചെയ്തേ. ഗുരു, കമ്മീഷണറാണല്ലോ കാണാതിരിക്കുന്നത്. സർ നമസ്കാരം സർ. സർ, സാറിന് മാത്രമേ എന്റെ പെങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ സർ. അവൾ അവളുടെ ആവശ്യം കൊണ്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് സർ. ഞാൻ എന്ത് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. പറയൂ സർ. എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല സർ. ഞാനൊരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ പെങ്ങള് ഒരു ന്യൂസ് ചാനലിലെ ന്യൂസ് റിപ്പോർട്ടറായിട്ട് ജോലി നോക്കുവാണ് സർ. ഒരു 2 ദിവസം മുമ്പ് മിനിസ്റ്റർ ശകുന്തള ദേവിക്ക് എതിരായിട്ട് എന്തോ ഒരു വലിയ തെളിവ് കിട്ടിയതായിട്ടും അത് വൈകാതെ അത് മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നെന്നുള്ളത് അവളും അവളുടെ ഫ്രണ്ട് സൂര്യൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ കേട്ടു സാറേ. എന്തായാലും അവള് സമൂഹത്തിനൊരു നല്ല കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ശകുന്തള മേഡം ഒരു മന്ത്രിയല്ലേ. അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ബലം പിന്നെ അധികാര ബലം ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഞങ്ങളിപ്പോഴുള്ള സാധാരണക്കാർക്ക് എന്താ സാറ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞിട്ട് പോലും അവളത് ചെവിക്കൊള്ളുന്നില്ല സാറ്. എനിക്കിവിടെയുള്ള ലോക്കൽ പോലീസിനൊന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ് അതാ സാറിനെ ഞാൻ നേരിട്ട് കാണാൻ വന്നത്. സാർ വേണം എങ്ങനെയെങ്കിലും എൻ്റെ പെങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്ത് ദൈവത്തെ ഓർത്ത് അവൾക്കൊരു ആപത്തും വരാതെ നോക്കണം സാർ. ഞാൻ നോക്കിക്കോളാം, പൊയ്ക്കോ. സാർ ഒരുപാട് നന്ദിയുണ്ട് സാർ. സാർ, എൻ്റെ പെങ്ങൾ എൻ്റെ ജീവനാ സാർ. ഈ കാര്യം പുറത്താരും തന്നെ അറിയാതെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശരിക്കും അവർ ആങ്ങളെ മംഗളമായിരുന്നോ? കമ്മീഷണറും ശകുന്തളാദേവിയും ചേർന്ന് ഒരു കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചില്ലേ? ഒരു ദാക്ഷിണ്യമില്ലാതെ പാവങ്ങൾ എത്ര ചെറുപ്പത്തിൽ തന്നെ അവരെ എന്തിനാ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചത്? ഇതിനാ കൂലിപ്പട എന്ന് പറയുന്നത്. എല്ലാ മേലുദ്യോഗസ്ഥന്മാരെയും കയ്യിലെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള ചെറിയ കുട്ടികളെ ബലിയാടാക്കുന്നതാണ് ഇവരുടെയൊക്കെ പരിപാടി. എല്ലാം നേടിയെടുക്കാൻ വേണ്ടി. അല്ലാതെന്താ? ആ പാവം കുട്ടികൾ അറിയുന്നോ എന്തിനു വേണ്ടിയാണ് ഏതിനു വേണ്ടിയാണെന്നുള്ളത്? ചുരുക്കി പറഞ്ഞ മേലധികാരികളെല്ലാം സേഫ്. മാസ്റ്റർ പ്ലാൻ ആണ് ഗുരു. ഉദയ, എവിഡൻസ് എല്ലാം വേഗം കളക്ട് ചെയ്യും. ശരി ഗുരു. ഇനി ബാക്കി കൂടെ പ്ലേ ചെയ്തേ. ഹലോ. ഗ്രേറ്റ് ജോബ് മിസ്റ്റർ അഗ്നിദേവ് IPS. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെയൊരു വിളി ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് ശകുന്തള മാഡം. ഇതിനു മുമ്പ് തന്നെ നിങ്ങളെ നേരിലൊന്ന് കാണണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിന് നീ ജീവനോടുണ്ടാകണമല്ലോ അല്ലേ? മിനിസ്റ്റർ മാഡം, ഈ വിരട്ടലൊക്കെ നിങ്ങളുടെ വീൽ ചെയർ നക്കി നടക്കുന്നില്ലേ? അവന്മാരോട് പറഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് വേണ്ട. എന്താടാ നീ എന്നെ വിരട്ട മാത്രമായോ? നിന്നെ പോലെ എത്ര ആണുങ്ങളെയാണ് ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി മരിച്ചു വന്നതെന്ന് നിനക്കറിയാവടാ? നിനക്കെന്തറിയാവടാ? നിനക്കെന്തറിയാവടാ എന്നെ പറ്റി? ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി രാഷ്ട്രീയക്കാരൻ്റെ വീട്ടുവേലക്കാരിയായി ചെന്നപ്പോൾ അവൻ്റെ കാമത്തിനു വേണ്ടി എന്നെ ഇരയാക്കി തീർത്തു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്
എന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും വിറച്ച് മൂത്രമൊഴിക്കുന്ന രീതിയിൽ അവന്മാരുടെ മനസ്സിൽ പേടിയുണ്ടാക്കിയെടുക്കണമെന്നും ഇവിടെയുള്ള രാഷ്ട്രീയത്തിൽ കൊടികെട്ടി പറന്ന് വിലസിയ പല വമ്പന്മാരെയും ചവിട്ടി മെതിച്ച് വളർന്നു വന്നവളാടാ ഞാൻ. നിങ്ങൾ വളരെ മോശമായിട്ട് പെരുമാറുന്നു. എന്നിട്ട് വലിയ ചരിത്ര കഥയാണല്ലോ എന്നോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഫ്രോഡ് ജോലിയെല്ലാം ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളെ അകത്താക്കി ജനങ്ങളിൽ കൊണ്ട് എത്തിക്കും. ഇതെല്ലാം അപ്പൊ നിങ്ങൾക്കറിയാം ഈ അഗ്നിദേവിന്റെ ഉശിര്. ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ച പല വീരന്മാരും ഇന്ന് മണ്ണിനടി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാടാ. എന്റെ മേത്ത് നിന്റെ ചൂണ്ടുവിരലിന്റെ നഖം കൊണ്ടുപോലും തൊടാൻ പറ്റില്ലടാ. ഒരു പെണ്ണൊരുമ്പിട്ട് കഴിഞ്ഞപ്പോ ഈ നാടിന്റെ ജാതകം മുഴുവനും എഴുതി കുറിച്ച് തിരുത്തി വായിച്ചില്ലടാ. ഇരുന്ന ഇരിപ്പി തന്നെ നിന്നെ തെരുവോരങ്ങളിൽ കൂടി വീട് വീടാന്തരം എല്ലാ സ്ഥലത്തു കൂടിയും ഭ്രാന്തനെ പോലെ അലയിപ്പിച്ചില്ലേ. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാടാ. ഇനിയാണ് നീ കാണാൻ പോകുന്നത്. മാഡം, നിങ്ങളെ പോലെയുള്ള ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയം വെറും അളിഞ്ഞ ചെളിയാണെന്നും പറഞ്ഞ് കാറി തുപ്പുന്നത്. വോട്ടിട്ട് ജയിപ്പിച്ച് കസേരയിലിരുത്തിയ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോൾ പാർട്ടിയിലുള്ള റൗഡികളെ പറഞ്ഞുവിട്ട് ഗവൺമെന്റ് ബസ്സിന് തീ വെച്ചിട്ട് പാവപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യില്ലേ നിങ്ങൾ? പാർട്ടിയിൽ മെമ്പറായി വരുന്നവർക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് അത് തരാം ഇത് തരാമെന്നും പറഞ്ഞ് നിങ്ങളുടെ കാൽ കീഴിൽ നിർത്തിയിട്ട് നിങ്ങളുടെ തനിനിറം നിങ്ങൾ കാണിക്കില്ലേ? ശകുന്തളാദേവി, നിങ്ങളുടെ കയ്യിൽ വിലങ്ങണിയിച്ച് ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൂടി കൊണ്ടുവരുമ്പോൾ ആരാണ് എനിക്കെതിരെ തടയാൻ വരുന്നതെന്ന് കാണണം. നിന്റെ സമയം വളരെ അടുത്തെത്തിക്കഴിഞ്ഞടാ. നിന്റെ കൺമുന്നിൽ തന്നെ യമനെ ഒരു സ്ത്രീയുടെ രൂപത്തിൽ കാണാൻ പോവുകയാണ്. നിന്റെ മരണം എന്റെ കണ്ണുകൊണ്ട് കാണാൻ ഞാൻ നേരിട്ട് വരാൻ പോവുകയാടാ. അപ്പം മനസ്സിലാകും ശകുന്തളാദേവിയെ തൊട്ട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന്. മരിക്കണോടാ. ആ രാജയെ അറിയില്ലേ നിനക്ക്? അവനെ എന്നേക്കുമായിട്ട് പറഞ്ഞു വിടാൻ പോവാ. നീയും അവന്റെ കൂടെ പോകുന്നു. സാറേ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ. എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നിപ്പോ സാറേ? സാറേ 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 വേണ്ട സാറേ, പേടിയാവുന്നു സാറേ. വേണ്ട സാറേ, ഞാൻ പറയുന്നേക്ക് സാറേ, എനിക്കറിയില്ല സാറേ. വിട്ടേക്ക് സാറേ, എനിക്ക് പേടിയാവുന്നു സാറേ. സാറേ, നിങ്ങൾ എന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറ സാർ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ സാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? സാറേ, സാറെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക സാറേ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ. ഞാൻ സാറിന്റെ കാല് പിടിക്കാൻ സാറേ, എന്നെ ഒന്ന് ചെയ്യുന്ന പറ സാറേ.
സാർ എൻ്റെ അച്ഛനോട് ഒരു പ്രാവശ്യം ഒന്ന് സംസാരിച്ചോട്ടെ സാർ ഫോണിൽ, പ്ലീസ് സാർ. പാവമാണ് സാറേ ഞാൻ. സാർ എടാ ഫോൺ ചെയ്തോ? പക്ഷെ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അവരെ ചേർത്തായിരിക്കും കൊല്ലുന്നത്. അതെ അതെ, ഇന്നത്തെ കേസിൽ പ്രതിഭാവ വക്കീൽ ഹാജരായിട്ടില്ലെന്നാ കേട്ടത്. കേസ് നമുക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. നമ്പർ എന്തെന്ന് പറയൂ. എന്താ മോനെ പറമോനെ, എന്താ കാര്യം? അമ്മയെ നന്നായിട്ട് നോക്കണോ അച്ഛാ? രാജ, അങ്ങനൊന്നും പറയാതെ എന്റെ പൊന്നു മോനെ. ദൈവത്തെ ഓർത്ത് അച്ഛനെ കുടിക്കില്ല അച്ഛ. വിഷമിക്കില്ലടാ മോനെ, നിനക്കൊന്നും സംഭവിക്കില്ല. നീ എവിടാന്ന് പറയടാ. ഞാൻ അങ്ങോട്ട് തന്നെ അച്ഛ വന്നോണ്ടിരിക്കുന്നു. ഞാനിവിടെ വക്കീലിന്റെ ഓഫീസിൽ തന്നെ ഉണ്ടടാ. ഞാൻ ഫോൺ വെക്കാം അച്ഛ. സാറെങ്കിലും ഒന്ന് പറ സാറേ. അവനെ അങ്ങ് തിരിച്ചേർത്ത്. എല്ലാതും ചെയ്യാലെന്ന് പറ സാർ. ഞാൻ അവൻ്റെ അച്ഛനെ പോലെയാണെന്നല്ലേ പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്തിനാ ജീവനോടെ ഇരിക്കുന്നത്? എൻ്റെ ദൈവമേ. ഈ ജോലി ചേർന്നതിന് ശേഷം എത്ര പാപങ്ങൾ കണ്ടു ഞാൻ. ഈ പാപങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ട് കഴുകിക്കളയും? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വീടടോ, ചുമ്മാ പിള്ളേരെ പോലെ കരഞ്ഞുകൊണ്ട് ഈ പണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികാരികൾക്ക് അടിമപ്പെട്ടേ പറ്റൂ. തന്റെ കുടുംബവും എന്റെ കുടുംബവും സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ മറ്റൊരുത്തന്റെ കുടുംബം നശിച്ചേ പറ്റൂ. അത് താൻ മറക്കണ്ട. പോടോ, പോയി നല്ല സാധനം വാങ്ങി അടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. എല്ലാം ശരിയായി കൂടും. കുമാർ, എൻകൗണ്ടർ റിപ്പോർട്ട് എഴുതണം. പെട്ടെന്ന് വേണം, നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. പറഞ്ഞതല്ലേടാ, നിന്റെ കൺമുന്നിൽ തന്നെ യമനെ ഒരു പെണ്ണിന്റെ രൂപത്തിൽ കാണുമെന്ന് മറന്നു പോയോടാ. എല്ലാരും ഒന്ന് മാറുതാ. ഗുരു 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 ഒരു കുഴപ്പമുണ്ടായാലും ഗുരു. ഇല്ല ഗുരു.
പേഷ്യന്റെ കൂടെ ആരാ ഉള്ളേ? നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? മിസ്സസ് അഗ്നിദേവ്. ഇതിലൊരു സൈൻ ചെയ്തേ. എനിക്ക് എന്റെ അച്ഛനൊരു പ്രാവശ്യം കാണണമെന്നുണ്ട്. ശകുന്തളാദേവി സാധാരണ സ്ത്രീയല്ല. ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്റെ കൺമുന്നിൽ തന്നെ യമനെ ഒരു പെണ്ണിന്റെ രൂപത്തിൽ കാണുമെന്ന് മറന്നു പോയോടാ. ഹലോ, പറയാ അഗ്നി. എന്തിനാ അച്ഛൻ എന്നെ എടുത്തു വളർത്തിയത്? എന്താ മോനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇതിനു വേണ്ടിയാണ് എന്നെ IPS പഠിപ്പിച്ചത്. എന്ത് പറ്റി മോനെ? ചെറുപ്പത്തിൽ കണ്ട അതേ മുഖം ഇന്നും എൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുക അച്ഛാ. ഞാൻ അതെല്ലാം മറക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ അമ്മയെ 4 വയസ്സിൽ കൈവിട്ടത്? ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും എന്തിനാ ഞാൻ കണ്ടുമുട്ടിയത്? വെള്ള ഷർട്ടിലേക്ക് ചീന്തി വീണ രക്തത്തിന്റെ കറ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ അവരെ കണ്ടുമുട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ അച്ഛൻ ഞാൻ ജീവിച്ചത്. ദൈവം സാധിച്ചു തരികയും ചെയ്തു. പക്ഷെ അത് രാഷ്ട്രീയ നേതാവ് ശകുന്തളാദേവി എന്ന് അറിയില്ലായിരുന്നു. അന്ന് ആ കുടുംബം താറുമാറാക്കിയ അതേ വെള്ളത്തുണി തന്നെയാണ് ഇന്ന് ഇവർക്കും ആയുധമായിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് എന്നെ IPS പഠിപ്പിച്ചത്. സ്വന്തം പെറ്റ തളയുടെ കയ്യിൽ കൂച്ചുവിലങ്ങ് അണിയിക്കേണ്ട അവസ്ഥ വന്നില്ലേ അച്ഛാ എനിക്കിന്ന്? അഗ്നി, അഗ്നി, അഗ്നി. നിന്റെ മരണം എന്റെ കണ്ണുകൊണ്ട് കാണാൻ ഞാൻ നേരിട്ട് വരാൻ പോവുകയാടാ. മന്ത്രി ശകുന്തളാദേവിയും കമ്മീഷണറും തമ്മിലുള്ള വ്യവസായ ബന്ധത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കാരണം ഇവർ ഇരുവരും അറസ്റ്റിലാകാൻ പോവുകയാണ്. അവർക്ക് എന്തായാലും നീതി കിട്ടുമെന്നും ആരാധകർ അച്ചടക്കം പാലിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എടീ, നീയൊരു പെണ്ണാണോ? അധികാരത്തിന്റെ അഹങ്കാരത്തിൽ കണ്ണു കാണാതെയല്ലേ എന്തൊക്കെയാടി നീ ചെയ്തു കൂട്ടുന്നത്? എന്താ എല്ലാം മറന്നോ? എല്ലാ അധികാരവും ഇപ്പൊ നിന്റെ അടുത്തുണ്ട്. പണവും പദവിയും ആളുകളും എല്ലാം ഇപ്പൊ നിന്റെ കൂടെ ഉണ്ട്. സ്വന്തം കാര്യം നേടാൻ വേണ്ടി എത്ര പേരെ വെട്ടിക്കൊന്നിട്ടുണ്ട് നീ. അതിലൊന്നും നിനക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ നിനക്ക് ജീവിതകാലം മുഴുവൻ വേദനിക്കും. ആര് കാരണമാണോ നീ അവസ്ഥയിൽ എത്തിയത്? ആരെയാണോ നീ കൊല്ലാൻ വേണ്ടി പരക്കം പായുന്നത്? അതാരാണെന്ന് അറിയോ നിനക്ക്? വേറെ ആരുമല്ല, നിന്റെ സ്വന്തം മകനാ. നീ നൊന്ത് പ്രസവിച്ച മകൻ. കരയല്ലേ പൊന്നു, ചക്കരയല്ലേ എന്റെ മുത്തു, കരയല്ലേ. ഉറങ്ങിക്കോടാ മുത്തു. എന്തുവാ ദാരിപ്പെട്ട ചക്കരേ. തെരുവിൽ നിന്നപ്പോ ഞാൻ എടുത്തു വളർത്തിയതാ അവനെ. അവന് ഞാനിട്ട പേര് അഗ്നി. ആ അഗ്നിയെ നീ അണയ്ക്കാമെന്ന് കരുതി. പക്ഷെ അവൻ നിന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചില്ലേ? തോൽപ്പിച്ചില്ലേ? എന്താ വിശ്വാസമായില്ലേ? യെസ്, അഗ്നിദേവ് ഈസ് യുവർ സൺ. യുവർ സൺ.
സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ച ലോകത്തിലെ ഒരേ ഒരു അമ്മ നീയായിരിക്കും. എനിക്ക് നഷ്ടമായല്ലോ. നാടാകെ ശവപ്പുറമാക്കി മാറ്റിയല്ലോടാ ദ്രോഹികളെ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും ഭഗവാനെ? ഒരു ശകുന്തള ദേവി നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ഗുരു, എന്താ ഈ കാണിക്കുന്നത്? കണ്ണിൽ നീയോ എൻ്റെ പൊൻപൈതലായി പാതി വഴിയിൽ നിന്റെ മൊഴി കേട്ടു ഞാൻ. പൂത്തളിരാണു നീ മനസാകവേ മമ സ്നേഹമുണരും നീ ഉടലാകെ ഈ മൗനങ്ങളും മതിയാകിടാം ഒരു വാക്കിലുണരും നീ. ദേവാ, അയ്യോ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ എല്ലാം ചെയ്തത്. എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കൊന്നു കളഞ്ഞില്ലേ? നിന്റെ അച്ഛനോടൊപ്പം നീയും ആ കലാപത്തിൽ മരിച്ചു പോയെന്ന് ഞാൻ കരുതി. വാഴും രൂപം നെഞ്ചിലായി മുള്ളായി മാറിയ മുല്ലപ്പൂവാണമ്മ. എന്റെ മോനും ഒരു കാരണവശാലും വെൺകൈയിൽ തൊടും വാത്സല്യമോ മകനാകെ അറിയാതെ പോയിന്നോ ഞാൻ. കുഞ്ഞായിടാം മറുജന്മവും തുണയായി വരുകില്ല. നിന്റെ കുടുംബത്തിനെ നിന്നിൽ നിന്ന് എന്നേക്കുമായി അകറ്റിയവനാണ് ഈ ഞാൻ. നിന്നെ ഒരാണിൻ്റെ കാമവരിക്കിരയാക്കിയവനും ഈ ഞാൻ തന്നെ. നീ ഒരു പെൺമൃഗമായി മാറിയതും ഈ ഞാൻ കാരണം. നീ പ്രസവിച്ച നിന്റെ മകനെ കൊല്ലാൻ പ്രേരിപ്പിച്ചതും ഈ ഞാൻ തന്നെ. ഇന്ന് നീ മരിക്കാൻ കാരണവും ഈ ഞാൻ. എന്ന് കലാപം. ദുരിതം പേറും മണ്ണിൽ നിൻ ജന്മമോ
മാത്രമാ